8/7 വന്ന ഉത്തരവിനെ വീണ്ടും ഹൈക്കോടതി 21/8/2020 വളരെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. നിയമ ലംഘനമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മരങ്ങൾ മുറിക്കാവൂ എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അപ്പൊ അത് ജില്ലാ കളക്ടർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, റവന്യൂ സെക്രട്ടറിക്ക് അറിയാവുന്നതാണ്. ആ ഉത്തരവ് അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് 3/9 ജില്ലാ കളക്ടർ ഒരു കത്ത് എഴുതുന്നത് റവന്യൂ സെക്രട്ടറിക്ക്. പക്ഷെ ആ കത്തിൽ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ട് അവർ പരാമർശിച്ചില്ല? അവരറിയുന്നതാണ്. അതുപോലെ തന്നെ 24/10/2020 ഈ പറയുന്ന വിവാദ ഉത്തരവ് പിന്നീട് റദ്ദ് ചെയ്യപ്പെട്ട ഈ തെറ്റായ ഉത്തരവ് 24/10/20 ഇറങ്ങുന്നത്. ആ ഉത്തരവ് ഇറക്കുമ്പോൾ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകും ഇത് ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എന്താണ് വ്യക്തമായിട്ട് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ അന്നത്തെ വയനാട് ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ളയോ അതുപോലെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ജയതിലകോ ഈ ഉത്തരവിനെ ഗൗനിച്ചില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അവര് കോടതിയെ ധിക്കരിക്കുകയാണ് ചെയ്തത്. ഒരു പരിധിവരെ. ജോസഫ് മാത്യു, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചു കൊള്ളട്ടെ, അത് ഗൗനിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കൃത്യമായ നിയമലംഘനം തന്നെയല്ലേ അവിടെ നടന്നിരിക്കുന്നത്? കാരണം അവർക്ക് ബോധ്യമുണ്ടല്ലോ നിയമത്തെ സംബന്ധിച്ച്. കൃത്യം 1/3/2020 വന്ന സർക്കുലർ, അതിൻ്റെ ഒരു റീ ഓർഡർ 24/10/2020 വരുന്നു. തുടർന്നാണ് ചന്ദനമൊഴികെയുള്ള മരങ്ങൾ മുറിക്കാം എന്നുള്ള ഉത്തരവിനകത്തുള്ള ഒരു അവ്യക്തത മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്നത്. അതായത് താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ അതിലെ പ്രൊവൈസോ ക്ലോസ് വളരെ ബോധപൂർവം ഒഴിവാക്കുന്നു. അതിനുശേഷമാണ് ഇതിനെതിരെ വൺ ലൈഫ് വൺ എർത്ത് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണം നടത്തുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ മരം മുറിയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അന്നത്തെ റവന്യൂ സെക്രട്ടറിയും വയനാട് ജില്ലാ കളക്ടറും ഗൗനിച്ചില്ല എന്നാണോ പറയേണ്ടത്? അതോ ബോധപൂർവം അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ നിയമലംഘനം അറിഞ്ഞുകൊണ്ട് നടത്തി എന്ന് തന്നെയാണോ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്? ഗൗനിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിന്റെ അർത്ഥം, അതായത് ഗൗനിച്ചില്ല എന്ന്, കാരണം ഹൈക്കോടതിയുടെ ഉത്തരവിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും ഇതിനു മുമ്പ് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റൂൾ വയലേറ്റ് ചെയ്തുകൊണ്ട് പരിപത്രമോ ഉത്തരവുകളോ ഇറക്കാൻ പാടില്ല, അങ്ങനെ ഇറക്കിയാൽ അതിന് നിയമപരമായ നിലനിൽപ്പില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് ഈ റവന്യൂ സെക്രട്ടറിക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ 24/10 ഈ ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവ് ഇറക്കിയപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ആ പ്രൊവൈസോ ക്ലോസ് ഒഴിവാക്കിയിരിക്കുന്നത് എന്തിനാണ്? പ്രൊവൈസോ ക്ലോസിൽ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അത് വായിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വരെ മുറിക്കാൻ പറ്റില്ല, റിസർവ് വരെ മുറിക്കാൻ പറ്റില്ല പ്രൊവൈസോ ക്ലോസ് അവിടെ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ആ പർട്ടിക്കുലർ പോർഷൻ മാത്രം ഇങ്ങ് ഡിലീറ്റ് എടുത്തു. പിന്നെ അവിടെ ആഡ് ചെയ്തിരിക്കുന്നു, ഇപ്രകാരം മരങ്ങൾ മുറിക്കുന്നതിനെ ഉദ്യോഗസ്ഥരാരും തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായ നടപടികൾ എടുത്തു. ഇതെന്തിനാണ് ഇങ്ങനെയൊരു ഓർഡർ, അതിന്റെ ഓർഡറിന്റെ കൂടെ അങ്ങനെ വെക്കുന്നത്? അത് സാധാരണഗതിയിൽ എവിടെയും കാണാത്ത ഒരു രീതിയാണ് അപ്രകാരമുള്ള ഇത് തടസ്സപ്പെടുത്തരുത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിച്ചാൽ ഇത് പർപ്പസ്ഫുള്ളി ഈ ഉത്തരവ് ഇങ്ങനെ ഇറക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് 10/6/2021 തീയതി ഈ വിഷയം ഹൈക്കോടതിയിൽ പരിഗണിക്കവേ ഒരു SIT ഫോം ചെയ്തു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നേതൃത്വത്തിൽ ഫോം ചെയ്തത്. ആ ടീം 11/6 ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP-യുടെ ഓഫീസിൽ ഒരു ക്രൈം 121/2021 നമ്പറായി ഒരു കേസും കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഗൂഢാലോചന സംബന്ധമായി ഇത് ഉന്നതതല ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ. കാരണം ഹൈക്കോടതി വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഉന്നത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പോൾ ADGP കോടതി മുമ്പാകെ അഡ്വക്കേറ്റ് ജനറൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കൊടുത്തതാണ്, ആരായാലും എത്ര ഉന്നതരായാലും ഇതിന് കൂട്ടുനിന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് വ്യക്തമായി പറഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് ആ ഉത്തരവ് 2021 സെപ്റ്റംബർ 1-ാം തീയതിയാണ് വന്നതെന്ന് ഓർക്കണം. ഇനി കേവലം ഒരു ആഴ്ച 4 ദിവസം കൂടി കഴിഞ്ഞാൽ ആ ഉത്തരവ് ഇറങ്ങിയിട്ട് 4 വർഷം പൂർത്തിയായി. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്ത SIT നടത്തിയ അന്വേഷണം, ആ SITയിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബെന്നിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം, ആ നടത്തിയ അന്വേഷണത്തിനകത്താണ് മീനങ്ങാടി ക്രൈം 281 രജിസ്റ്റർ ചെയ്ത് 47 കേസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 47 കേസുകളിൽ ഇന്ന് വരെയായിട്ട് മുഴുവൻ കേസുകളിൽ കുറ്റപത്രം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇത്രയും കാലമായിട്ട്. അതെ, അത് തന്നെയാണ് കാരണം. ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വ്യക്തം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ N. ബാദുഷ, ഇവിടെ 24/10/2020 ഇറങ്ങിയ ഉത്തരവിന്റെ മറവിലാണ് വ്യാപകമായി മരം മുറിക്കൽ നടന്നത്. കൃത്യമായി ബോധപൂർവം അവർ അതിൽ ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ള 2 കാര്യങ്ങൾ, അതായത് ഒരല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ടിന്റെ 6-ാം വകുപ്പിൽ പറയുന്ന പ്രൊവൈസോ ക്ലോസ് ഒഴിവാക്കിയിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട്, മരങ്ങൾ മുറിക്കുമ്പോൾ അത് നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് ചുമതലയുണ്ട് എന്നുള്ളത്. ഇതെല്ലാം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വനം കൊള്ള നടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. സാധാരണക്കാരിലും സാധാരണക്കാരായ വനവാസികളെയും കർഷകരെയും ഒക്കെ പ്രതികളാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം നടക്കുന്നത്. പിന്നീട് അവർ പറ്റിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേസിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ മരം മുറിയുടെ ലാഭം കൊയ്തവർ മുഴുവൻ ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, വലിയ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. നിയമ നടപടികളും ഇഴഞ്ഞു നീങ്ങുന്നു, മറ്റൊരു തരത്തിലുള്ള സർക്കാർ ഇടപെടലുകളും നടക്കുന്നില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് വാസ്തവത്തിൽ 1957 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള മരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗൂഢാലോചനയും കൊള്ളയുമാണ്. ഇതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷത്തിലധികം സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമികളുണ്ട്. മരം സർക്കാരിൽ നിക്ഷിപ്തമായ പട്ടയ കൊടുത്ത ഭൂമികളുണ്ട് 5 ലക്ഷത്തിലധികം. കൃത്യമായ കണക്ക് ആരുടെ കയ്യിലുമില്ല, നമ്മളെ കയ്യിലുമില്ല. അതിൽ 1 ഏക്കറിൽ 5 ലക്ഷത്തിലധികം എന്ന് പറയുമ്പോൾ 1 ഏക്കറിൽ 5 മരങ്ങൾ വെച്ച് ആവറേജ് 5ഒന്നുമല്ല 100ഉം 200ഉം മരങ്ങൾ വരെയുള്ളതായ തോട്ടങ്ങളുണ്ട്. 5 ആവറേജ് കൂട്ടിയാൽ പോലും ഏതാണ്ട് 25 ലക്ഷം തേക്ക്, ഈട്ടി തുടങ്ങിയ റോസ്വുഡ് തുടങ്ങിയ രാജകീയ മരങ്ങൾ റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ഈ മരങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന തുടക്കം മുതലേ നടന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട്. അതിൻ്റെ ചരിത്രം സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഗൂഢാലോചനയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൽ വയനാട് ജില്ലാ കലക്ടറായിരുന്ന അദീല അബ്ദുള്ള മുതൽ അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് വരെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഉന്നതരായ ഭരണ രാഷ്ട്രീയ നേതാക്കന്മാരും, അതിൽ എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ മന്ത്രിമാർ വരെ അതിൽ പങ്കാളികളാണ്. നടത്തിയിട്ടുള്ള മരലോബിയും മരം കൊള്ളക്കാരും നടത്തിയിട്ടുള്ള വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കേരളത്തിൻ്റെ അനേകായിരം കോടി, അത് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റില്ല, അനേകായിരം കോടി രൂപയുടെ പൊതുമുതൽ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ പരിണിതിയാണ് 2020 ജയതിലക് ഇട്ടിട്ടുള്ള അനധികൃതമായ മറ്റേ ഈ ഉത്തരവ് എന്ന് പറഞ്ഞാൽ പരിപത്രം. ആ പരിപത്രത്തിലെ ഒരു വാക്ക് ഇപ്പം നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ അത് വിശദീകരിച്ചു. അത് തന്നെ നോക്കുക.
ഈ ഉത്തരവിന് എതിരായി നിൽക്കുന്ന ലംഘിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശിക്ഷണ നടപടിയെടുക്കുമെന്ന് പറയുന്ന ഒരു ഉത്തരവ് ചരിത്രത്തിൽ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടോ? ആ ഉത്തരവാണ് ജയതിലക് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റും ഇതിൻ്റെ ഭാഗവാക്കാക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെ അഗസ്ത്യൻ സഹോദരന്മാർ അവരാണ് അതിൻ്റെ നേതൃത്വത്തിൽ. കുപ്രസിദ്ധമായ നിരവധിയായ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും കുപ്രസിദ്ധരാണ് അവർ, വളരെ കുപ്രസിദ്ധരാണ്, എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. അവരുടെ നേതൃത്വത്തിലാണ് ഈ കൊള്ള നടന്നത്. ഈ കൊള്ള വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അറിയുന്നത് 2021 ജനുവരി 5-ാം തീയതിയാണ്. ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ച് ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി. അങ്ങനെയാണ് ഇത് ലോകം അറിയുന്നത്. അങ്ങനെയാണിത് പത്രമാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഏറ്റെടുക്കുന്നത്. പല രാഷ്ട്രീയക്കാരും ആദ്യഘട്ടത്തിൽ ഇത് ഏറ്റെടുക്കാൻ വിമുഖരായിരുന്നു. നടന്നത് എന്താണ്? ആ വയനാട്ടിൽ മുട്ടിൽ പ്രദേശത്ത് ആദിമനിവാസികളെ വഞ്ചിച്ച് 5-10 ലക്ഷം രൂപ വരെ വരുന്ന ഈട്ടിത്തടികൾ 10,000 20,000 രൂപയ്ക്ക് കച്ചവടം നടത്തി അതിൽ 5,000 ഉറുപ്പ്യ കൊടുത്ത് ബാക്കി പണം അത് പോടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന രീതിയിലുള്ളതായ ആദിവാസി വഞ്ചന, കർഷക വഞ്ചന, വനം വകുപ്പുകാരെ ചീറ്റ് ചെയ്തും ഭീഷണിപ്പെടുത്തിയുമുള്ളതായ മറ്റൊരു കാര്യങ്ങൾ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വെട്ടിപ്പും തട്ടിപ്പും നടന്നിട്ട് അതിനെ കേരള ഭരണകൂടം കൈകാര്യം ചെയ്ത രീതി അതിനേക്കാൾ വിചിത്രമാണ്. അത് ഹൈക്കോടതിയിൽ ആദ്യം പറഞ്ഞു വൺ ലൈഫ് ഓൺ എർത്ത്, കേരളത്തിലെ ഒരു പ്രമുഖ പരിസ്ഥിതി സംഘടനയാണ്, ഞങ്ങൾക്ക് കൂടുതൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. ആ പരിസ്ഥിതി സംഘടന ഹൈക്കോടതിയിൽ പോയതിനെ തുടർന്നാണ് ആദ്യത്തെ ഉത്തരവ് പിൻവലിച്ച് ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മറവിൽ നടന്നതായ ഈ മരം കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതായ ശ്രമങ്ങളാണ് പിന്നീട് ഭരണകൂടം നടത്തിയിട്ടുള്ളത്. അതിൽ മരം കണ്ടുകെട്ടിയിട്ടുള്ളതായ അന്നത്തെ മേപ്പാട് റേഞ്ച് ഓഫീസർ സമീർ, അതിനെതിരായി ശക്തമായ നിലപാട് എടുത്തിട്ടുള്ളതായ ദിനേഷ് കുമാർ തുടങ്ങിയതായ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും ചീറ്റ് ചെയ്യുകയും ഇന്നും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും IFS ന്യായമായും കിട്ടേണ്ട ദിനേഷ് കുമാറിനെ തടഞ്ഞു വെക്കാൻ വേണ്ടി ബിനാമികൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ പരിപാടികൾ നടന്നു. സമീറിന് അയാളെ ജീവൻ വരെ ഭീഷണിയിലാക്കി. അതിനൊപ്പം നിന്ന് വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർക്കെതിരായി ഇന്നും വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ മുതലാളിമാർ റിപ്പോർട്ടർ ചാനൽ അവർ കൈവശപ്പെടുത്തുന്നതോടുകൂടി അവർക്ക് അത് വളരെ എളുപ്പമായി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അവരെ വേണ്ടി കോടതിയിൽ അന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി മറ്റൊരു കൂട്ടർ പോയിരുന്നു. ആ പോയതിന് ഹൈക്കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവർ റിപ്പോർട്ട് വരട്ടെ. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടാണ് നമ്മുടെ DYSP ബെന്നി അടക്കമുള്ള ആൾക്കാർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഗൂഢാലോചന അന്നും ഇന്നും അന്വേഷിച്ചിട്ടില്ല. അങ്ങ് തിരുവനന്തപുരം മുതൽ അദീൽ അബ്ദുള്ള വരെ നീണ്ടു നിൽക്കുന്ന ഉന്നതരുടെ ഗൂഢാലോചന, മന്ത്രിതലത്തിലുള്ളതായ ഗൂഢാലോചന, അഴിമതി, അതേ സംബന്ധിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല, ഇന്നും അന്വേഷിച്ചിട്ടില്ല. അതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കാതെയുള്ളതായ ഒരു അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനമാണ് 12 പ്രതികളിൽ എത്തിയിട്ടുള്ളത്. ഈ 12 പ്രതികളിലെ അഗസ്ത്യൻ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ട നിയമങ്ങൾ ഇതിലുണ്ട്. ആദിവാസി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടെങ്കിലും അത് ആരും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഒരു നിരവധി ആദിവാസികളെ വഞ്ചിച്ചിട്ടുണ്ട്. മറ്റൊന്ന് PPDP, പൊതുമുതൽ നശിപ്പിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതലാണ് കെട്ടിവെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോടികൾ കെട്ടിവെച്ചെങ്കിലേ ഇവർക്ക് ജാമ്യം കിട്ടുമായിരുന്നു. അവർ ജാമ്യത്തിൽ എളുപ്പത്തിൽ ഇറങ്ങി. ജാമ്യത്തിൽ ഇറങ്ങുന്നവരെ അവർ ഒളിപ്പിച്ചു വെച്ചതാരാണ്? നികേഷിന്റെ റിപ്പോർട്ടർ ചാനലാണ്. ആ റിപ്പോർട്ടർ ചാനലിന്റെ പിറകിലുള്ളതായ ശക്തികൾ ആരാണ്? അവർ തന്നെയാണ് ഇന്ന് അവരെ വീണ്ടും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് അതിനെതിരായി നിൽക്കുന്ന ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളതായ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ ജോസഫ് തോമസ് അടക്കമുള്ള ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ആ റിപ്പോർട്ടർ ചാനൽ ഉപയോഗിച്ച് തന്നെയാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റവാളികൾക്കെതിരായി ഒരു നിയമ നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ കേസ് 100% അട്ടിമറിക്കപ്പെടും.
സമാനതകളില്ലാത്ത ഈ അഴിമതിയെ, ഈ വനം കുംഭകോണത്തെ, മരം കുംഭകോണത്തെ വെള്ള പൂശാൻ വേണ്ടിയുള്ളതായ കുൽസിത ശ്രമങ്ങളാണ് കേരളത്തിൽ ടോപ്പ് ടു ബോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം ഇതിനു മുമ്പ് ആരോ സൂചിപ്പിച്ചതുപോലെ ഇത്രയും നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന് അപമാനകരമാകും വിധത്തിലുള്ളതായ ഒരു ഗൂഢാലോചനയും അട്ടിമറി ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആ ഉന്നതരെയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ ചർച്ചയിലേക്ക്. ശ്രീ ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയായിരുന്നു. പക്ഷേ ഇപ്പോഴും എന്താണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയവർ ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുകയാണ്. യാതൊരു നിയമ നടപടിയിലും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കുറ്റപത്രം സമർപ്പിച്ചതിലടക്കം വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവർ സുഖമായി ഇതിൽ നിന്ന്, ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനൊക്കെ വഴി തെളിച്ചത് ആര് എന്നുള്ളതാണ്. അതായത് ചിലർക്ക് വേണ്ടി മാത്രമായി ഇറക്കുന്ന ഒരു ഉത്തരവ്, അതിൽ ആശയക്കുഴപ്പങ്ങളും പാകപ്പിഴകളും ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ പോലും അതിലും ലാഘവത്തോടുകൂടിയുള്ള അല്ലെങ്കിൽ ലഘൂകരിക്കത്തക്കവണ്ണമുള്ള തെളിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരെ സംരക്ഷിക്കാനാണ്? ഈ ഗൂഢാലോചന നടത്തിയവരും ഒപ്പം ഇതിൽ പങ്കാളികളായവരും. ഇവരുമായിട്ടുള്ള ബന്ധം തമ്മിൽ രാഷ്ട്രീയക്കാരായാലും ഭരണകൂടമായാലും റവന്യൂ ഉദ്യോഗസ്ഥരായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരായാലും ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രധാന പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളായാലും ഒക്കെ ഇവരുമായി ചേർന്ന് കിടക്കുന്ന ബന്ധം എന്താണ്? നോക്കൂ രോഹിണി, മലയാളത്തിലെ 2 പഴഞ്ചൊല്ലുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്നുള്ള ഒരു ചൊല്ല് മലയാളത്തിലുണ്ട്. വേലി വിളവ് തിന്നാൽ ഉള്ള അത്ഭുതകരമായ പ്രത്യാഘാതത്തെ കുറിച്ചുള്ള മറ്റൊരു ചൊല്ലും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായത് അഴിമതിക്കാരെയും രാജ്യദ്രോഹികളുമാകുന്ന ഭ്രാന്തന്മാരെ ചങ്ങലക്കിടേണ്ടിയിരുന്ന ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം കേരളത്തിന്റെ നിയമ സംവിധാനത്തെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അടിമുടി ഭരണകൂടവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു വലിയ നെറ്റ്വർക്ക് കാട്ടിക്കൂട്ടിയ ആഭാസത്തരവും തെമ്മാടിത്തരവുമാണ് മുട്ടിൽ മരമുറി കേസിന്റെ പുറകിലുള്ളത്. നമുക്കറിയാം, സംഭവത്തില് ഒരു ഉത്തരവുണ്ടാകുന്നതും അതിലെ തൃശ്ശൂരും ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ നടന്നതിനേക്കാൾ അതിഭയാനകമായ പേടിപ്പെടുത്തുന്ന ഒരു കൊള്ള നടന്നത് വയനാട്ടിലാണ്. കാരണം പാരിസ്ഥിതിക ദുർബല പ്രദേശമായ വയനാട് മനുഷ്യന്റെ അത്യാർത്തിയുടെ അനന്തര ഫലം ഇന്ന് അനുഭവിക്കുന്നത് ആ പാവപ്പെട്ട ജില്ലയിലെ നിരപരാധികളായ ജനങ്ങളാണ്. അവിടെ ഭൂമിയുടെ ആക്രമണങ്ങൾ നടക്കുന്നു, മഴ പെയ്യുമ്പോഴത്തേക്കും ഉരുൾപൊട്ടുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ നാശനഷ്ടം സംഭവിക്കുന്നു, നൂറുകണക്കിന് ആളുകൾ ഇന്നും ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമാകുന്നു, അവരുടെ ഭൗതിക ശരീരം പോലും ലഭിക്കുന്നില്ല. കോഴിക്കോട് നിന്നും പോകുന്ന ഈ ദിവസങ്ങളിൽ ചുരം പാത പോലും ഇടിച്ചിലിന്റെയും ഭീതിയുടെയും അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ്. നോക്കൂ, ഞാൻ വെറുതെയല്ല വേലി വിളതിന്നു എന്ന് ചൂണ്ടിക്കാണിച്ചത്. ഈ സംഭവം ഉണ്ടാകുന്നത് കോവിഡ് മഹാമാരി കത്തി നിൽക്കുന്ന 20-21 വർഷങ്ങളിലാണ്. 2020-21 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസത്തിലാണ്. ഏതാണ്ട് കേരളം സമ്പൂർണമായ അടച്ചിലായിരുന്നു. നമുക്കറിയാം, ഒരു മരുന്ന് വാങ്ങാൻ കുറിപ്പടിയില്ലാതെ പുറത്തിറങ്ങാൻ മലയാളിക്ക് അനുവാദമില്ലാത്ത കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഒരു ഈച്ചയ്ക്ക് പോലും അനങ്ങണമെങ്കിൽ, ഒന്ന് വയനാട്ടിലേക്കോ പുറത്തേക്കോ കടയിലേക്കോ ഇറങ്ങണമെങ്കിൽ പോലീസിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും കർശന പരിശോധനകൾ മറികടന്നു മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മുട്ടിൽ മരമുറി കേസിൽ നമ്മൾ കേൾക്കുന്നത് ഈ കാലയളവിൽ നിരനിരയായി വയനാട്ടിൽ നിന്നും എറണാകുളം വരെ യാതൊരു സർക്കാരിന്റെ അംഗീകാരമോ പാസോ ലഭിക്കാത്ത തടിലോറികൾ ഒരു പരിശോധനയും കൂടാതെ ഒരു പാവപ്പെട്ടവന് മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ എത്തുമ്പോൾ നിരവധി ചെക്കിംഗ് നടത്തുന്ന പോലീസും ആരോഗ്യ പ്രവർത്തകരും വനംവകുപ്പുമുള്ള കേരളത്തിൽ നിരനിരയായി കേരളത്തിന്റെ സമ്പത്ത് കൊള്ള ചെയ്ത് ഒരു പരിശോധനയും കൂടാതെ എറണാകുളത്തേക്ക് ഈ വാഹനം പോയതിലൂടെ തന്നെ വളരെ വ്യക്തമായിരുന്നു ഇത് കേവലം ചെറുമീനുകൾ മാത്രമല്ല, വമ്പൻ സ്രാവുകൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ പച്ച കൊള്ളയാണ് മുട്ടിൽ മരമുറി കേസിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ചിലരും ചൂണ്ടിക്കാണിച്ചു. അവിടെ പോവാനും അവരോട് സംസാരിക്കാനും അവസരം കിട്ടിയ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. 20-ലധികം ആദിവാസികൾ
അവർക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിൽ നിന്നും അവർക്ക് 4 ആള് പിടിച്ചാൽ കിട്ടാത്ത തേക്കും ഈട്ടിയും എവൾ മരങ്ങളുമാണ് ഒഴിച്ചു മാറ്റപ്പെടുന്നത്. അവരോട് കരാറിന്റെ കാര്യമൊക്കെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല. പക്ഷെ അത്തരം ആളുകളെ കർശനമായി വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ആന്റോ ആന്റണിയുടെ കൈപ്പടയിലാണ് അത്രേ അവിടെ നിരവധി അഗ്രിമെന്റുകൾ ഉണ്ടാക്കിയത്. എഴുത്തും വായനയും അറിയാത്ത 20ഓളം ആദിവാസികളുടെ ഭൂമിയിൽ, ഉന്നതിയുടെ ഭൂമിയിൽ ചെന്ന് അവരുടെ മരത്തിന് അനുമതി പത്രം പോലും പ്രതികളാണ് തയ്യാറാക്കിയത്. കയ്യക്ഷര പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു ഇത് ആന്റോയുടെ കൈപ്പത്തിയിലാണ്. ഈ അവരുടെയൊക്കെ ചരിത്രം ഞാനിവിടെ പറയുന്നില്ല, വ്യക്തിഹത്യ നടത്തുന്നില്ല. ഒരു ഗതിയുമില്ലാതെ പിറന്നു വീണ ഈ ഭൂമിയിൽ കോടാനുകോടി രൂപയുടെ ആസ്തിയും സമ്പത്തുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതിന്റെ പുറകിൽ ഇവർ നടത്തിയ തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നിയമരാഹിത്യവും ഈ സംസ്ഥാനത്തെ നിയമത്തിന് ഒരു പുല്ലുവില കൽപ്പിക്കാത്ത ഇത്തരം ആളുകളെ ഭരണകൂടം സംരക്ഷിക്കുന്നുവോ? അതാണ് പച്ചയായ യാഥാർത്ഥ്യം. നോക്കൂ, ഈ പ്രതികളെ ഒളിപ്പിച്ച ആള് അന്ന് ഈ പ്രതികളെ പിടിക്കാൻ അനുമതി പത്രവുമായിട്ട് അല്ലെങ്കിൽ പോയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് വിളിച്ചിട്ട് നിങ്ങൾ അനങ്ങരുത് എന്ന് പറയുന്നത്. ഇത്ര പച്ചയായ നഗ്നമായ നിയമലംഘനം, കോടതി ഉത്തരവുകൾ കാറ്റിപ്പറത്തിയിട്ട് ജനത്തിന് അർഹമായ പണം കൊള്ള ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തുനിഞ്ഞപ്പോൾ അവരെ വിലക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ കോൾ അവർ നിൽക്കുന്നു. ഇവിടെ തന്നെ ഇരകളുണ്ട്, അവർ തുറന്നു പറയാനില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഇതിനു വേണ്ടി വേട്ടയാടപ്പെട്ട ആളാണ്, എന്റെ സുഹൃത്താണ് ബാദുഷ. അദ്ദേഹത്തെ പോലും ഈ ആന്റോ ആന്റണിയുടെയും അവരുടെ ചാനലുകാര് ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഒരു ഭരണകൂടത്തിന്റെ അനുവാദവും അംഗീകാരവും ഇല്ലാതെ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 4 കർഷകരെ പറ്റിച്ചു, 20 ആദിവാസികളെ പറ്റിച്ചു. മാത്രമല്ല കേരളത്തിൽ ഒരിക്കൽ പോലും പുനഃസൃഷ്ടിക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 500-ലധികം വർഷം പഴക്കമുള്ള 3 മരങ്ങൾ, 400 വർഷത്തിലധികം പഴക്കമുള്ള 9 മരങ്ങൾ, ഇങ്ങനെ 112-ലധികം വിലമതിക്കാനാവാത്ത സമ്പത്താണ് കേരളം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇത്തരം മരങ്ങളുടെ മരം വെട്ട് തടയാനുള്ള കാരണം തന്നെ അവ പ്രകൃതിയിൽ ഇഷ്ടം പോലെ വളരാത്ത മരങ്ങളാണ്. നാം കുഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റാത്ത മരമാണ് അത്ര ഈട്ടി എന്ന് പറയുന്നത്. ഈട്ടി വേരിൽ പൊട്ടുക, മറ്റൊരു തായ്മരത്തിൽ നിന്നല്ലാതെ ഈട്ടി മുളയ്ക്കുകയില്ല. ആ തരത്തിൽ പ്രകൃതിക്ക് ഇത്രയധികം സന്തുലിതാവസ്ഥയ്ക്കും പ്രകൃതിക്ക് ഒരുപക്ഷെ അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കുന്നതുമായ മരങ്ങളായതുകൊണ്ടാണ് ഇവരൊക്കെ മുടിക്കരുത് എന്ന് ഉത്തരവുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അന്ന് ആന്റോ ആന്റണിയെയും സഹോദരന്മാരെയും ഒളിപ്പിച്ചത് ഇന്ന് അവർ വിലയ്ക്ക് വാങ്ങിയ ചാനൽ മുതലാളിയായിരുന്നു, അന്നത്തെ ചാനൽ മുതലാളിയായിരുന്നു. അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിന്റെ ആഫീസിൽ പാർട്ടിയിലേക്ക് പിന്നീട് മാറുകയും മുഖ്യമന്ത്രിക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ചാനൽ ചർച്ചയിൽ പോകുന്ന ഇടതുപക്ഷം ചാനൽക്കാർക്ക് വേണ്ടിയുള്ള ക്യാപ്സൂളുകൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത്. നഷ്ടത്തിലായ ആ സ്ഥാപനം കോടികൾ വില കൊടുത്തുകൊണ്ട് കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ട് വാങ്ങുമ്പോൾ പാർട്ടിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. കൈരളി ചാനൽ കാണാൻ ഇന്ന് ആളുകളില്ല. ആ ചാനലിൽ നിന്നും ജനങ്ങൾ ബഹിഷ്കരിക്കുന്നു. വളരെ ലളിതമായിട്ട് പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് സെക്രട്ടറിയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയും നടത്തിയ ഗൂഢാലോചനപരമായിട്ടാണ് പാർട്ടിക്ക് കുറെ കൂടി നല്ലത്, കൈരളി ചാനലിനേക്കാൾ നല്ലത് നിഷ്പക്ഷം എന്ന് പേരുള്ള ഒരു ചാനൽ അത് മുന്നോട്ട് വരികയും അത് വാങ്ങുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കാൻ എളുപ്പമാണ്. വളരെ ഭംഗിയായിട്ട് നമുക്കൊക്കെ അറിയാം, വളരെ വളരെ ഭംഗിയായിട്ട് ആ കർത്തവ്യം ആ ചാനൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഈ നോക്കൂ, ബാദുഷയെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ വന്ന അയൽവാസി അദ്ദേഹവുമായിട്ട് അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കുകയും തൊട്ടടുത്ത ദിവസം ഈ ചാനൽ വന്ന് അദ്ദേഹം കുടിവെള്ളം മുട്ടിക്കുന്നു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്തു. നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പീഡിപ്പിക്കപ്പെട്ട കഥകൾ. ഒരുപക്ഷെ ഈ ചാനലിൽ ഇരിക്കുന്ന ജോസഫ് മാത്യു സാർ പോലും വളരെ കൊടിയ പീഡനങ്ങൾക്കിടയാക്കപ്പെട്ട അദ്ദേഹത്തിന് ലഭിക്കേണ്ടതായ പലതും ലഭിക്കാതെ പോയതാണ്. ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കലക്ടറോ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോ മാത്രമല്ല, കേരളത്തിലെ അടി മുതൽ മുടി വരെ മുഖ്യമന്ത്രിയുടെ ആഫീസ് മുതൽ വനം വകുപ്പ് ആഫീസ് വരെ പാർട്ടിയുടെ സകലമാന സംവിധാനങ്ങളും ചേർന്ന് തിരക്കഥ എഴുതി ഉണ്ടാക്കി നടത്തിയ അപരിഹാര്യമായ കൊള്ളയാണ് യഥാർത്ഥത്തിൽ മുട്ടിൽ മരമുറി കേസ്. അതെ, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അത് മാത്രമല്ല
ഇത്തരത്തിൽ ഈ വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ ആദ്യം സ്വയരക്ഷ എന്നോണം ചില പ്രഖ്യാപനങ്ങളൊക്കെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായല്ലോ. അതായത് അന്ന് വനം മന്ത്രിയായിരുന്ന AK ശശീന്ദ്രൻ പറഞ്ഞത് കൃത്യമായി, അതായത് DNA പരിശോധന അടക്കം ഞങ്ങൾ നടത്തിയില്ലേ, കണ്ടുപിടിച്ചില്ലേ, 574 വർഷമുള്ള മരമാണിത് എന്നുള്ളത് കണ്ടുപിടിച്ചില്ലേ, അത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് എന്ന് പറയുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ഇപ്പോൾ എന്തായി എന്നുള്ളതാണ്, തുടർ നടപടികളൊന്നും നടക്കുന്നതേയില്ല എന്നുള്ളതാണ്. അല്ല, ആ കേസിന്റെ പരിസമാപ്തി എന്താണെന്ന് എന്നേക്കാൾ ഇതിന് പറയാനുള്ള ജോസഫ് സാറിനോടുള്ള ഞാൻ സംസാരിക്കാത്തത്. FIR തന്നെ ആ കേസ് തള്ളിപ്പോവാൻ, ഈ കാട്ടുകള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ഏത് അന്വേഷണം വന്നാലും ശരി, ആ കേസ് കോടതിയിൽ നിന്നും അവർക്ക് പുഷ്പം പോലെ ഊരിപ്പോരാനുള്ള വകുപ്പാണ് FIR തന്നെ എടുത്തത് എന്ന് പറയാൻ എന്നേക്കാൾ യോഗ്യതയുള്ള സാറുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. അദ്ദേഹം കൃത്യമായിട്ട് പറയാൻ അദ്ദേഹത്തിന് കഴിയും. ഏത് കൊലകൊമ്പൻ അന്വേഷിച്ചാൽ. മാത്രമല്ല രോഹിണി, ഒരു കാര്യവും കൂടിയുണ്ട്. ഇതിന്റെ ആദ്യഘട്ട 1ാം ഘട്ട കുറ്റപത്രം 2024 മാർച്ച് 13 സമർപ്പിച്ചു. ആദ്യഘട്ടം അതിനോട് കോടതി ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ട് ഈ 3 പ്രതികൾ, ഏതാണ്ട് 12 പ്രതികളായിരുന്നു അന്നുണ്ടായിരുന്നത്, ഇന്ന് 68ഓളം പ്രതികളുണ്ട്. ഒരാള് പോലും ഒരു കോടതിയുടെ, ബത്തേരിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ ഉത്തരവ് അതനുസരിക്കാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ പോലീസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇത് സത്യത്തിന് കോടാനുകോടി രൂപ വിലയുള്ള, ഏതാണ്ട് 15 കോടിയോളം രൂപ ആണ് സർക്കാർ കെട്ടിയിരിക്കുന്ന വില. അതിനേക്കാൾ എത്രയോ മൂല്യമുള്ള, തലമുറകൾ കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ പറ്റാത്ത, പ്രകൃതിക്ക് അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കുന്ന, പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഈ കേരളത്തെ ഊറ്റി കുടിക്കാനും അതിന്റെ പങ്കുപറ്റിയത് ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഉന്നതന്മാരാണ് എന്നുള്ളതാണ് ഈ കേസിന്റെ നിർണായകമായ വഴിത്തിരിവെന്ന് പറയുന്നത്. അതിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരികെ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അതിന് പിൻബലമേകാൻ ഭരണകൂടത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഉന്നതരുമുണ്ട് എന്നുള്ളതാണ്. ഈ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ തന്നെ കൃത്യമായ നിയമലംഘനങ്ങൾ നടന്നിരുന്നു. അത് പരിശോധിക്കേണ്ടവർ പരിശോധിച്ചില്ല. അവർക്കൊന്നും ഇപ്പോഴും തെല്ലും കൂസലുമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ വളരെ കർശനമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ടാണ് ആ പ്രൊവൈസോ ക്ലാസ് അടക്കം അതിൽ നിന്ന് ഒഴിവാക്കിയത്? ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പരിശോധിക്കേണ്ടതല്ലേ ഒരു മരം മുറിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പട്ടയഭൂമിയിൽ എന്നുള്ളത്? 1964 ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ അല്ലെങ്കിൽ കർഷകർ നട്ടുപിടിപ്പിച്ചതോ ആയ മരങ്ങൾ മുറിക്കാമെന്നുള്ള ആ ഉത്തരവിന്റെ മറവിൽ കോടികളുടെ ഒരു വനം കൊള്ള അല്ലെങ്കിൽ മരം തട്ടിപ്പ് മുട്ടിൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇതിൽ ഭാഗഭാക്കായവരെല്ലാം ഇപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നത്? നോക്കൂ രോഹിണി, ഒന്ന്, ഇതിന് പിന്നിൽ വലിയ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഇത് നടക്കുന്ന സമയം ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ കോവിഡിന്റെ സമയമാണ്. ആ സമയത്ത് നമ്മൾ എല്ലാവരും അടച്ച് വീടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിനുള്ളിൽ ബന്ധിതരായിരിക്കുന്ന സമയത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ, ഒരു പ്രതിഷേധ ശബ്ദങ്ങളെയും നേരിടേണ്ടി വരാതെ, പ്രതിപക്ഷ യുവജന സംഘടനകളെയോ മറ്റാരെയും ഭയക്കേണ്ടതില്ലാതെ സവൈസ്തരം കേരളത്തിൽ ഈ വയനാട് നിന്ന് എറണാകുളം വരെയുള്ള എല്ലാ ചുരങ്ങളും താണ്ടി ഇറങ്ങി എല്ലാ ഹൈവേകളിലൂടെയും 100-110 ഓടിയെത്താൻ അവർക്ക് സാധിച്ചത് ഒന്ന് ആ കാലഘട്ടത്തിന്റെ, ആ സാഹചര്യത്തിന്റെ ആനുകൂല്യം അവർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കോവിഡ് സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് കണ്ടുകൊണ്ട്, രണ്ട്, ആദിവാസികളുടെ ഭൂമിയിൽ നിന്ന് അവരുടെ തന്നെ ഒരു സാങ്ഷൻ ലെറ്റർ മേടിച്ചു കഴിഞ്ഞാൽ നാളെ പ്രതി ചേർക്കപ്പെടുക അവരാണെന്നും, അങ്ങനെ ഉണ്ടായാൽ ആ പാവപ്പെട്ടവരെ ജയിലുറയ്ക്കുള്ളിലേക്ക് പറഞ്ഞു വിട്ട് ഇതിന്റെ മുഴുവൻ ലാഭവും അങ്ങ് ആസ്വദിച്ചു കളയാം എന്നുള്ള തരത്തിലുള്ള ഒരു ക്രിമിനൽ ബുദ്ധി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരാളുടെ ബുദ്ധിയല്ല, അത് അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ, ആന്റോ അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ ക്രിമിനൽ ബുദ്ധിയാണ്. പക്ഷെ ആ ബുദ്ധിക്ക് കൂട്ടുനിന്നത് ആരൊക്കെയാണ്? ഒന്ന്, നേരത്തെ ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇവർ ആരുടെ ചാനലാണോ ഇവർ വാങ്ങിയത്, അതായത് ജീവനക്കാർക്ക് പോയിട്ട് മുതലാളിക്ക് പോലും TADA എടുക്കാൻ ഇല്ലാതിരുന്ന ഒരു ചാനലിനെ കോടികൾ കൊടുത്താണ് പർച്ചേസ് ചെയ്തത്. കോടികൾ കൊടുത്ത്, ആ കോടികൾ കൊടുത്ത് പർച്ചേസ് ചെയ്ത് അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയത് കേരളത്തിലെ മുൻനിര ചാനലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെ വിലക്ക് മേടിച്ച്, ഈ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന തത്ത നമ്മൾ പറയുന്നത് പറയും എന്ന കണക്കിന് അവരെ കൊണ്ട് എന്താണോ ചിലക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് അത് ദിവസവും ചിലപ്പിച്ചുകൊണ്ടിരിക്കാൻ
പണം എറിഞ്ഞ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ ഈ ഗൂഢാലോചനയുടെ ഭാഗം അഗസ്റ്റിൻ ബ്രദേഴ്സ് ആണെങ്കിൽ, രണ്ടാമത് അതിന്റെ ഭാഗമാക്കാകുന്നത് CPM-ന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്സൂൾ നിർമ്മാണ ഫാക്ടറിയുടെ മാനേജറായ നികേഷ് കുമാറാണ്, MV നികേഷ് കുമാർ. ആ നികേഷ് കുമാർ തൊട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം പേരും മുഖ്യമന്ത്രിയുടെ ഓഫീസും വനമന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവരുടെ ഒരു കൃത്യമായ ഗൂഢാലോചന, ഒരു ടീം അപ്പ്, ഒരു ഗ്യാങ് അപ്പ് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായ സമയത്ത് യാതൊരുവിധ ആരോപണവും നേരിടാതെ നിൽക്കുമ്പോഴും ആന്റണി രാജുവിനോട് വടിയെടുത്ത് രാജിവെക്കൂ എന്ന് 2.5 വർഷം കഴിഞ്ഞ് ഒരു ദിവസം പോലും നീട്ടിക്കൊടുക്കാതെ ആന്റണി രാജുവിനെ രാജിവെപ്പിച്ച മുഖ്യമന്ത്രി AK ശശീന്ദ്രനോട് ആവശ്യപ്പെടാത്തത്? അവരുടെ പാർട്ടി തന്നെ ആവശ്യപ്പെട്ടു, ശശീന്ദ്രന്റെ പാർട്ടി ആവശ്യപ്പെട്ടു, അവരുടെ ദേശീയ കമ്മിറ്റി ആവശ്യപ്പെട്ടു, ലെറ്റർ കൊടുത്തു, മുന്നണിക്ക് ലെറ്റർ കൊടുത്തു. അങ്ങനെ ലെറ്റർ കൊടുത്തപ്പോഴും ആ പാർട്ടിയെ പിളർത്തുകയാണ് ചെയ്തത്. പണ്ട് ഞങ്ങളിൽ നിന്ന് പോയ ആളാണ് ആ പാർട്ടിയുടെ നേതാവ്, ആ പാർട്ടി പിന്നെ വിട്ടുപോകേണ്ടി വന്ന ചാക്കോ. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ആ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് AK ശശീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലാവില്ലേ ശശീന്ദ്രന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്? ഒരു ചാനലിലെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവരോട് അസഭ്യം സംസാരിക്കുന്ന രീതിയിലുള്ള ഓഡിയോ വെളിയിൽ വന്നപ്പോ എന്താണ് ശശീന്ദ്രനെതിരെ മുഖ്യമന്ത്രി എടുത്ത നിലപാട്? 3 മാസമാണ് വെളിയിൽ നിൽക്കേണ്ടി വന്നത്. 3-ാമത്തെ മാസം ആ ചാനൽ പൂട്ടിപ്പോയി, മംഗളം ചാനൽ പൂട്ടിപ്പോയി. ആ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത പെൺകുട്ടിക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശത്തേക്ക് കടക്കേണ്ടി വന്നു എന്നാണ് എന്റെ അറിവ്. അങ്ങനെ അവിടെയും ശശീന്ദ്രനെ സംരക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവരുടെ ഫണ്ടിങ്, ആ ഫണ്ടിങ് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2ാം പിണറായി ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള PR എക്സസൈസിന്റെ ഫണ്ടിങ് നടന്നത് മുട്ടിൽ മരത്തിന്റെ വേരുകളിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മുട്ടിൽ മരമുറി കേസിൽ സർക്കാർ ചെയ്തു കൊടുത്ത ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ഉപകാര സ്മരണയായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ എപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ആ ചാനൽ ഒരു ഭരണപക്ഷത്തിന്റെ ഏതാണ് PR എക്സസൈസിന്റെ ഏക ഛത്രാധിപതിയായി ഇവിടെ വാഴുന്നത്. മുട്ടിൽ മരമുറി കേസിൽ സർക്കാർ ചെയ്തു കൊടുത്ത, പിണറായി വിജയനും AK ശശീന്ദ്രനും അടങ്ങുന്ന സംഘം ചെയ്തു കൊടുത്ത ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണയായിട്ടാണ് എന്ന് കാണാതിരിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഇതിനു മുന്നിൽ വലിയ ഗൂഢാലോചനയാണല്ലോ. ആ ഗൂഢാലോചന കേവലം ലക്ഷങ്ങളുടെയോ ഏതെങ്കിലും 10 കോടിയുടെയോ 20 കോടിയുടെയോ ഗൂഢാലോചനയല്ല, മറിച്ച് അതൊരു തട്ടിപ്പ് മാധ്യമ സർക്കാർ കോക്കസ് രൂപീകരിച്ചതിന്റെ 4ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നോക്കൂ, ഒന്ന്, ആ തട്ടിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടവർ ആർക്ക് ഫണ്ട് ചെയ്യുന്നു? സർക്കാരിന് ഫണ്ട് ചെയ്യുന്നു. സർക്കാർ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2ാം തവണയും അധികാരത്തിൽ വരുന്നു. 2ാം തവണയും അധികാരത്തിൽ വരുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി FIR-ൽ അടക്കം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. FIR-ൽ അടക്കം വരുത്തിയ മാറ്റങ്ങൾക്കൊപ്പം തന്നെ കോടതിയിൽ സർക്കാരിന്റെ വാദങ്ങൾ പുറകേട്ട് പോകുന്നു. അന്വേഷണ സംഘത്തെ അവർ മന്ദീഭവിപ്പിക്കുന്നു, വന്ധീകരിക്കുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഈ 2 വർഷത്തിനിടയിൽ അഗസ്റ്റിൻ ബ്രദേഴ്സിനുണ്ടായ ഒരു എമർജിങ് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലല്ലേ ആരെങ്കിലും അവർക്കെതിരെ നിവർന്നു നിന്ന് വർത്താനം പറയാൻ ഇന്ന് ഭരണപക്ഷത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ പരാതിക്കാരുടെ ഭാഗത്തോ ഉണ്ടാകുമോ? പാവപ്പെട്ട ആദിവാസികളാണ്, അവരെ ചേർത്തു നിൽക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരാണ്. അവരെ പറ്റി നാളെ അഭിഹിത കഥ ഉണ്ടാക്കാൻ, അവരെ പറ്റി നാളെ കൊള്ളരുതായിക പറയാൻ ഗീബൽസിൻ തന്ത്രം പോലെ ഒരു കള്ളം 10 തവണ പറഞ്ഞ് ചാനലിലൂടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വെപ്പൺ ഈ തട്ടിപ്പുകാരുടെ കയ്യിലിരിക്കുകയാണ്. അതോടെ ഒരു ചാനൽ വിചാരിച്ചാൽ, ഒരു മാധ്യമം വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. അപ്പൊ ആ മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരെ അടിച്ചമർത്താൻ ഇവർ ശ്രമിക്കുന്നു. 2, ആദില അബ്ദുള്ള അടക്കമുള്ളവരുടെ ഈ കൺകെട്ട് നമുക്ക് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കുമോ? നിയമം ഇപ്പോ ജോസഫ് സാർ അടക്കമുള്ളവർക്കറിയാം എന്താണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. നിയമം അറിയില്ല എന്നത് എക്സ്ക്യൂസേ അല്ല എന്നാണ് ഈ രാജ്യത്തിന്റെ നിയമം പറയുന്നത്. അപ്പോൾ നിയമപാലകരായിരിക്കുന്നവർ സ്വാഭാവികമായും നിർബന്ധമായും അറിയേണ്ട രാജ്യത്തെ നിയമം, സംസ്ഥാനത്തെ നിയമം, അത് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങനെ നടന്നുപോയി എന്ന് പറഞ്ഞ് അവർക്ക് കൈ കഴുകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് തട്ടിപ്പ് സർക്കാർ മാധ്യമ കോക്കസിന്റെ ഭാഗമാണ്, വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് പുറത്തു കൊണ്ടുവരണം. അത് പുറത്തു കൊണ്ടുവരാൻ ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പ്രിയപ്പെട്ട ജോസഫ് സാറിനും അത് ഏറിയുന്ന ജനം ജീവിക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും എല്ലാം ഞാൻ എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഈ കോക്കസ് ഇനിയും മുമ്പോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ പൊതുമനസാക്ഷി എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ,
അവരുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കേരളത്തെ മുഴുവൻ അങ്ങ് വിഴുങ്ങിക്കളയാൻ ഈ കോക്കസിന് സാധിക്കും. ആ കോക്കസിനെ അട്ടിമറിക്കേണ്ടത്, അവരുടെ കടക്കൽ കത്തിവെക്കേണ്ടത്, അവർ മരത്തിന്റെ കടക്കിലാണ് കത്തിവെച്ചെങ്കിൽ ഈ കോക്കസിന്റെ കടക്കൽ കത്തിവെക്കേണ്ടത് ഞാൻ അടങ്ങുന്ന, നിങ്ങൾ അടങ്ങുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ന്യൂട്രൽ ചിന്താഗതിയുള്ള ജനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതെ, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഒരു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, അതിന് പിൻബലമേകാൻ ഭരണകൂടത്തിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഉന്നതരുമുണ്ട് എന്നുള്ളതാണ്. ഈ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ തന്നെ കൃത്യമായ നിയമലംഘനങ്ങൾ നടന്നിരുന്നു. അത് പരിശോധിക്കേണ്ടവർ പരിശോധിച്ചില്ല. അവർക്കൊന്നും ഇപ്പോഴും തെല്ലും കൂസലുമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ വളരെ കർശനമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ടാണ് ആ പ്രൊവൈസോ ക്ലാസ് അടക്കം അതിൽ നിന്ന് ഒഴിവാക്കിയത്? ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പരിശോധിക്കേണ്ടതല്ലേ ഒരു മരം മുറിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പട്ടയഭൂമിയിൽ എന്നുള്ളത്? 1964 ശേഷം പട്ടയം ലഭിച്ച ഭൂമിയിൽ സ്വയം കിളിർത്തതോ അല്ലെങ്കിൽ കർഷകർ നട്ടുപിടിപ്പിച്ചതോ ആയ മരങ്ങൾ മുറിക്കാമെന്നുള്ള ആ ഉത്തരവിന്റെ മറവിൽ കോടികളുടെ ഒരു വനം കൊള്ള അല്ലെങ്കിൽ മരം തട്ടിപ്പ് മുട്ടിൽ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇതിൽ ഭാഗഭാക്കായവരെല്ലാം ഇപ്പോഴും ഇങ്ങനെ രക്ഷപ്പെട്ടു നിൽക്കുന്നത്? നോക്കൂ രോഹിണി, ഒന്ന്, ഇതിന് പിന്നിൽ വലിയ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കാരണം ഇത് നടക്കുന്ന സമയം ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ കോവിഡിന്റെ സമയമാണ്. ആ സമയത്ത് നമ്മൾ എല്ലാവരും അടച്ച് വീടിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിനുള്ളിൽ ബന്ധിതരായിരിക്കുന്ന സമയത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ, ഒരു പ്രതിഷേധ ശബ്ദങ്ങളെയും നേരിടേണ്ടി വരാതെ, പ്രതിപക്ഷ യുവജന സംഘടനകളെയോ മറ്റാരെയും ഭയക്കേണ്ടതില്ലാതെ സവൈസ്തരം കേരളത്തിൽ ഈ വയനാട് നിന്ന് എറണാകുളം വരെയുള്ള എല്ലാ ചുരങ്ങളും താണ്ടി ഇറങ്ങി എല്ലാ ഹൈവേകളിലൂടെയും 100-110 ഓടിയെത്താൻ അവർക്ക് സാധിച്ചത് ഒന്ന് ആ കാലഘട്ടത്തിന്റെ, ആ സാഹചര്യത്തിന്റെ ആനുകൂല്യം അവർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ കോവിഡ് സമയത്ത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് കണ്ടുകൊണ്ട്, രണ്ട്, ആദിവാസികളുടെ ഭൂമിയിൽ നിന്ന് അവരുടെ തന്നെ ഒരു സാങ്ഷൻ ലെറ്റർ മേടിച്ചു കഴിഞ്ഞാൽ നാളെ പ്രതി ചേർക്കപ്പെടുക അവരാണെന്നും, അങ്ങനെ ഉണ്ടായാൽ ആ പാവപ്പെട്ടവരെ ജയിലുറയ്ക്കുള്ളിലേക്ക് പറഞ്ഞു വിട്ട് ഇതിന്റെ മുഴുവൻ ലാഭവും അങ്ങ് ആസ്വദിച്ചു കളയാം എന്നുള്ള തരത്തിലുള്ള ഒരു ക്രിമിനൽ ബുദ്ധി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരാളുടെ ബുദ്ധിയല്ല, അത് അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ, ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ ക്രിമിനൽ ബുദ്ധിയാണ്. പക്ഷെ ആ ബുദ്ധിക്ക് കൂട്ടുനിന്നത് ആരൊക്കെയാണ്? ഒന്ന്, നേരത്തെ ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇവർ ആരുടെ ചാനലാണോ ഇവർ വാങ്ങിയത്, അതായത് ജീവനക്കാർക്ക് പോയിട്ട് മുതലാളിക്ക് പോലും TADA എടുക്കാൻ ഇല്ലാതിരുന്ന ഒരു ചാനലിനെ കോടികൾ കൊടുത്താണ് പർച്ചേസ് ചെയ്തത്. കോടികൾ കൊടുത്ത്, ആ കോടികൾ കൊടുത്ത് പർച്ചേസ് ചെയ്ത് അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയത് കേരളത്തിലെ മുൻനിര ചാനലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെ വിലക്ക് മേടിച്ച്, ഈ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന തത്ത നമ്മൾ പറയുന്നത് പറയും എന്ന കണക്കിന് അവരെ കൊണ്ട് എന്താണോ ചിലക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് അത് ദിവസവും ചിലപ്പിച്ചുകൊണ്ടിരിക്കാൻ പണം എറിഞ്ഞ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ ഈ ഗൂഢാലോചനയുടെ ഭാഗം അഗസ്റ്റിൻ ബ്രദേഴ്സ് ആണെങ്കിൽ, രണ്ടാമത് അതിന്റെ ഭാഗമാക്കാകുന്നത് CPM-ന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്സൂൾ നിർമ്മാണ ഫാക്ടറിയുടെ മാനേജറായ നികേഷ് കുമാറാണ്, MP നികേഷ് കുമാർ. ആ നികേഷ് കുമാർ തൊട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം പേരും മുഖ്യമന്ത്രിയുടെ ഓഫീസും വനമന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവരുടെ ഒരു കൃത്യമായ ഗൂഢാലോചന, ഒരു ടീം അപ്പ്, ഒരു ഗ്യാങ് അപ്പ് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കൃത്യമായ സമയത്ത് യാതൊരുവിധ ആരോപണവും നേരിടാതെ നിൽക്കുമ്പോഴും ആന്റണി രാജുവിനോട് വടിയെടുത്ത് രാജിവെക്കൂ എന്ന് 2.5 വർഷം കഴിഞ്ഞ് ഒരു ദിവസം പോലും നീട്ടിക്കൊടുക്കാതെ ആന്റണി രാജുവിനെ രാജിവെപ്പിച്ച മുഖ്യമന്ത്രി AK ശശീന്ദ്രനോട് ആവശ്യപ്പെടാത്തത്? അവരുടെ പാർട്ടി തന്നെ ആവശ്യപ്പെട്ടു, ശശീന്ദ്രന്റെ പാർട്ടി ആവശ്യപ്പെട്ടു, അവരുടെ ദേശീയ കമ്മിറ്റി ആവശ്യപ്പെട്ടു, ലെറ്റർ കൊടുത്തു, മുന്നണിക്ക് ലെറ്റർ കൊടുത്തു. അങ്ങനെ ലെറ്റർ കൊടുത്തപ്പോഴും ആ പാർട്ടിയെ പിളർത്തുകയാണ് ചെയ്തത്. പണ്ട് ഞങ്ങളിൽ നിന്ന് പോയ ആളാണ് ആ പാർട്ടിയുടെ നേതാവ്, ആ പാർട്ടി പിന്നെ വിട്ടുപോകേണ്ടി വന്ന ചാക്കോ. എങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ആ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് AK ശശീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലാവില്ലേ ശശീന്ദ്രന് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന്? ഒരു ചാനലിലെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവരോട് അസഭ്യം സംസാരിക്കുന്ന രീതിയിലുള്ള ഓഡിയോ വെളിയിൽ വന്നപ്പോ എന്താണ് ശശീന്ദ്രനെതിരെ മുഖ്യമന്ത്രി എടുത്ത നിലപാട്? 3 മാസമാണ് വെളിയിൽ നിൽക്കേണ്ടി വന്നത്. 3ാമത്തെ മാസം ആ ചാനൽ പൂട്ടിപ്പോയി, മംഗളം ചാനൽ പൂട്ടിപ്പോയി. ആ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത പെൺകുട്ടിക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് വിദേശത്തേക്ക് കടക്കേണ്ടി വന്നു എന്നാണ് എന്റെ അറിവ്. അങ്ങനെ അവിടെയും ശശീന്ദ്രനെ സംരക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഇവരുടെ ഫണ്ടിങ്, ആ ഫണ്ടിങ് നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2ാം പിണറായി ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള PR എക്സസൈസിന്റെ ഫണ്ടിങ് നടന്നത് മുട്ടിൽ മരത്തിന്റെ വേരുകളിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇനി മുട്ടിൽ മരമുറി കേസിൽ സർക്കാർ ചെയ്തു കൊടുത്ത ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ഉപകാര സ്മരണയായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ എപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ആ ചാനൽ ഒരു ഭരണപക്ഷത്തിന്റെ ഏതാണ് PR എക്സസൈസിന്റെ ഏക ഛത്രാധിപതിയായി ഇവിടെ വാഴുന്നത് മുട്ടിൽ മരമുറി കേസിൽ സർക്കാർ ചെയ്തു കൊടുത്ത പിണറായി വിജയനും AK ശശീന്ദ്രനും അടങ്ങുന്ന സംഘം ചെയ്തു കൊടുത്ത ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഉപകാര സ്മരണയായിട്ടാണ് എന്ന് കാണാതിരിക്കാൻ സാധിക്കുമോ? അപ്പോൾ ഇതിന് മുന്നിൽ വലിയ ഗൂഢാലോചനയാണല്ലോ. ആ ഗൂഢാലോചന കേവലം ലക്ഷങ്ങളുടെയോ ഏതെങ്കിലും 10 കോടിയുടെയോ 20 കോടിയുടെയോ ഗൂഢാലോചനയല്ല, മറിച്ച് അതൊരു തട്ടിപ്പ് മാധ്യമ സർക്കാർ കോക്കസ് രൂപീകരിച്ചതിന്റെ 4ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നോക്കൂ, ഒന്ന്, ആ തട്ടിപ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടവർ ആർക്ക് ഫണ്ട് ചെയ്യുന്നു? സർക്കാരിന് ഫണ്ട് ചെയ്യുന്നു. സർക്കാർ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2ാം തവണയും അധികാരത്തിൽ വരുന്നു. 2ാം തവണയും അധികാരത്തിൽ വരുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി FIR അടക്കം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. FIR അടക്കം വരുത്തിയ മാറ്റങ്ങൾക്കൊപ്പം തന്നെ കോടതിയിൽ സർക്കാരിന്റെ വാദങ്ങൾ പുറകേട്ട് പോകുന്നു. അന്വേഷണ സംഘത്തെ അവർ മന്ദീഭവിപ്പിക്കുന്നു, വന്ധീകരിക്കുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഈ 2 വർഷത്തിനിടയിൽ അഗസ്റ്റിൻ ബ്രദേഴ്സിനുണ്ടായ ഒരു എമർജിങ് നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലല്ലേ ആരെങ്കിലും അവർക്കെതിരെ നിവർന്നു നിന്ന് വർത്താനം പറയാൻ ഇന്ന് ഭരണപക്ഷത്തിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ പരാതിക്കാരുടെ ഭാഗത്തോ ഉണ്ടാകുമോ? പാവപ്പെട്ട ആദിവാസികളാണ്, അവരെ ചേർത്തു നിൽക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരാണ്. അവരെ പറ്റി നാളെ അഭിഹിത കഥ ഉണ്ടാക്കാൻ, അവരെ പറ്റി നാളെ കൊള്ളരുതായിക പറയാൻ ഗീബൽസിൻ തന്ത്രം പോലെ ഒരു കള്ളം 10 തവണ പറഞ്ഞ് ചാനലിലൂടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വെപ്പൺ ഈ തട്ടിപ്പുകാരുടെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ചാനൽ വിചാരിച്ചാൽ, ഒരു മാധ്യമം വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. അപ്പൊ ആ മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് പരാതിക്കാരെ അടിച്ചമർത്താൻ ഇവർ ശ്രമിക്കുന്നു. 2, ആദില അബ്ദുള്ള അടക്കമുള്ളവരുടെ ഈ കൺകെട്ട് നമുക്ക് വെറുതെ അങ്ങ് തള്ളിക്കളയാൻ സാധിക്കുമോ? നിയമം ഇപ്പോ ജോസഫ് സാർ അടക്കമുള്ളവർക്കറിയാം എന്താണ് ഈ രാജ്യത്തെ നിയമം പറയുന്നത്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. നിയമം അറിയില്ല എന്നത് എക്സ്ക്യൂസേ അല്ല എന്നാണ് ഈ രാജ്യത്തിന്റെ നിയമം പറയുന്നത്. അപ്പോൾ നിയമപാലകരായിരിക്കുന്നവർ സ്വാഭാവികമായും നിർബന്ധമായും അറിയേണ്ട രാജ്യത്തെ നിയമം, സംസ്ഥാനത്തെ നിയമം, അത് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് ഇങ്ങനെ നടന്നുപോയി എന്ന് പറഞ്ഞ് അവർക്ക് കൈ കഴുകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് തട്ടിപ്പ് സർക്കാർ മാധ്യമ കോക്കസിന്റെ ഭാഗമാണ്, വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് പുറത്തു കൊണ്ടുവരണം. അത് പുറത്തു കൊണ്ടുവരാൻ ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പ്രിയപ്പെട്ട ജോസഫ് സാറിനും അത് ഏറിയുന്ന ജനം ടിവിക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും എല്ലാം ഞാൻ എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഈ കോക്കസ് ഇനിയും മുമ്പോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ പൊതുമനസാക്ഷി എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്ന് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അവരുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ കേരളത്തെ മുഴുവൻ അങ്ങ് വിഴുങ്ങിക്കളയാൻ ഈ കോക്കസിന് സാധിക്കും. ആ കോക്കസിനെ അട്ടിമറിക്കേണ്ടത്, അവരുടെ കടക്കൽ കത്തിവെക്കേണ്ടത്, അവർ മരത്തിന്റെ കടക്കിലാണ് കത്തിവെച്ചെങ്കിൽ ഈ കോക്കസിന്റെ കടക്കൽ കത്തിവെക്കേണ്ടത് ഞാൻ അടങ്ങുന്ന, നിങ്ങൾ അടങ്ങുന്ന ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്, ന്യൂട്രൽ ചിന്താഗതിയുള്ള ജനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതെ, തിരികെ ചർച്ചയിലേക്ക്. ശ്രീ ജോസഫ് മാത്യു, മുട്ടിൽ മരമുറി കേസിൽ ഒരു പുനരന്വേഷണം വേണം എന്നുള്ള ആവശ്യം താങ്കൾ ഉന്നയിക്കുകയുണ്ടായി. കാരണം ഇതിൽ ഉദ്യോഗസ്ഥർ അടക്കം വീഴ്ച വരുത്തിയത് താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്ന് മാത്രമല്ല, കുറ്റപത്രത്തിൽ അടക്കം ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് താങ്കളുടെ അത്തരമൊരു അഭിപ്രായം വന്നത്. പക്ഷേ നിലവിലിപ്പോൾ നമ്മൾ കാണുന്നത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അതായത് അത് പോലീസിൻ്റെ കുറ്റപത്രം മാത്രമാണ് ഡിസംബർ 4-ാം തീയതി 2023 സമർപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം 2021 ഇത് റദ്ദാക്കുന്നത്. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. വനം വകുപ്പിൻ്റെ പല കുറ്റപത്രങ്ങളും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയുള്ള ഈ കുറ്റപത്രത്തിലുള്ള തുടർ നടപടികൾ എത്രത്തോളം സുതാര്യമായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് പലതരത്തിലുള്ള സമൻസുകൾ ഈ പ്രതികൾക്കെതിരെ അയച്ചിട്ടും ഇതുവരെ ആരും തന്നെ കോടതിക്ക് മുൻപാകെ ഹാജരായിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ അഡ്വക്കേറ്റ്സ് ആണ് ഇപ്പോഴും കോടതിക്ക് മുൻപാകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ കേസ് ഡിസംബർ 19, 2024 അടുത്ത ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 10, 2025 എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇത് പരമാവധി വൈകിപ്പിച്ച് ഇഴച്ചു നീക്കി ഇതിങ്ങനെ കൊണ്ടുപോകാൻ തന്നെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഒരു ഗൂഢാലോചനയാണോ ഇപ്പോൾ നിലവിലുള്ള ഈ സംവിധാനങ്ങളിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട്
കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം റവന്യൂ വകുപ്പ് 68 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ ആ KLC നടപടി പ്രകാരമുള്ള കേസുകളാണ് ഇതിനകത്ത് ഈ സബ്ജക്റ്റിൽ അനുയോജ്യമായ ഒരു നടപടി. ആ നടപടിയുടെ ഭാഗമായ 68 കേസുകളിൽ ഈ 4.5 വർഷം കഴിഞ്ഞു. ജനുവരി 17-ാം തീയതി 2021 ജനുവരി 17-നാണ് KLC നടപടി ആരംഭിക്കുന്നത്. ഇപ്പൊ ഇന്ന് എത്തി നിൽക്കുന്നത് 37 കേസുകളിലാണ് അവർ നടപടി പൂർത്തിയാക്കിയത്. ഇനി 31 കേസുകളിൽ പൂർത്തിയാക്കാനും കിടക്കുന്നു. ഈ 37 കേസുകളിൽ പൂർത്തിയാക്കിയപ്പോൾ 8,29,00,000 രൂപ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ ഫൈൻ ഇമ്പോസ് ചെയ്തതിൽ ഇന്ന് വരെയും 1 രൂപ പോലും വസൂലാക്കാൻ കഴിഞ്ഞില്ല. റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. അവർ കേസിൽ താല്പര്യമില്ല, തുടക്കത്തിൽ കാണിച്ചതല്ലാതെ അവർ ഒരു താല്പര്യവും എടുക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണിത് പണം ഈടാക്കാത്തതെന്ന് വയനാട് ജില്ലാ കളക്ടർ മറുപടി പറയട്ടെ. വയനാട് ജില്ലാ കളക്ടർ മറുപടി എന്താണ് കാരണം? ഇവർക്ക് ഈ 8,29,00,000 രൂപ ഫൈൻ ഇമ്പോസ് ചെയ്തിട്ട് അത് അവർ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേയിലാണെന്ന് പറയാം. സ്റ്റേ കൊടുത്തിട്ടില്ല. ഇനി അതിനുപരി നോക്കാം, ഈ മരങ്ങൾ OR 1 മുതൽ 48 OR കേസുകൾ, 49 OR കേസുകൾ വനം വകുപ്പ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളാണ്. ആ കേസുകൾ പ്രകാരം കസ്റ്റഡിയിലെടുത്ത മരങ്ങൾ 2021 ജൂൺ മാസത്തിൽ കസ്റ്റഡിയിലെടുത്താണ്. അതുകൊണ്ട് ബത്തേരി ആ ഡിപ്പോയിൽ ഇട്ടിരിക്കുന്ന ഇപ്പോൾ നോക്കൂ, ആ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ വളരെ എന്താ പറയുക, ഒരു ശ്രദ്ധയുമില്ലാതെ വളരെ ആ കാട്ടിൽ ഇട്ടിരിക്കുകയാണ്. അന്ന് കിടക്കുന്ന മരങ്ങൾ ഇന്ന് 5 കാലവർഷങ്ങളാണ് ഇപ്പൊ അത് കടന്നു പോയത്. ആ മരം കണ്ടില്ലേ, അതിനകത്തുകൂടി ചെടികളൊക്കെ കിളുത്തു വരുന്നു. അത് ദ്രവിച്ച് നശിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ മരമാണ്. എന്തുകൊണ്ട് വനം വകുപ്പിന് ഈ മരങ്ങൾ തൽക്കാലം ലേലം ചെയ്ത് ആ പൈസ പൊതുഖജനാവിൽ സൂക്ഷിച്ചുകൂടെ? പൊതുഖജനാവിൽ സൂക്ഷിച്ചാൽ നാളെ മരം സർക്കാരിലേക്കാണ് കിട്ടുന്നതെങ്കിൽ ആ പണം വസൂലാക്കാം. ഇനി ഇല്ല, പ്രതികൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് കിട്ടിട്ട് ഇത് ആർക്കും ഇല്ലാതാവാൻ ഉള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി 6/1/2023 തീയതിക്ക് കൽപ്പിച്ചതാണ് 1 മാസത്തിനുള്ളിൽ ഈ മരം സംരക്ഷിക്കണമെന്ന്. അതിന് പ്രത്യേക രീതി പറഞ്ഞു. അടിക്ക് ഷെഡ് കെട്ടി പ്രത്യേക രീതിയിൽ വെച്ച് നിലത്ത് നിന്ന് ഇത്ര അടി ഉയരത്തിൽ മഴ കൊള്ളാതെ, വെയിൽ കൊള്ളാതെ, കാറ്റടിക്കാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു ഡയറക്ഷൻ കൊടുത്തു. ആ ഡയറക്ഷൻ കൊടുത്തത് തന്നെ റോജി അഗസ്റ്റിന്റെ അപേക്ഷയുടെ മുകളിലാണ്. അദ്ദേഹം അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കും, സ്വാഭാവികമാണ്. കാരണം മരം നാളെ അവർക്കാണ് കിട്ടേണ്ടതെങ്കിൽ നശിച്ചു പോയെങ്കിലോ, അതുകൊണ്ട് അദ്ദേഹം കൊടുക്കും. അങ്ങനെ ഒരു അപേക്ഷ അവർ കൊടുക്കും. ആ കൊടുത്ത അപേക്ഷയുടെ മുകളിൽ DFO എന്ത് നടപടിയെടുത്തു? ആ നടപടി മുകളിൽ ഇന്ന് വരെ DFO ഒരു നടപടി എടുത്തില്ല. അപ്പോൾ വളരെ വനം വകുപ്പ് ഈ വിഷയത്തിൽ കാണിക്കുന്നത് വളരെ അങ്ങേയറ്റം അനാസ്ഥയാണ്. ഇത് സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കേരളക്ക് എഴുതിയിരുന്നു 2021 തന്നെ. ഇത് 2022 ഞാൻ 2022 മെയ് മാസം 31-ാം തീയതി എന്റെ ടേം പൂർത്തിയായി ജില്ലാ ഗവൺമെന്റ് ലീഡർ സ്ഥാനത്ത് നിന്ന് പോന്നു. ഉടൻ തന്നെ ഞാൻ ഇത് ചോദിച്ചിരുന്നു, ഇത് എന്ത് അത് എടുക്കണം. അതിന് ഒരു ചീഫ് കൺസർവേറ്റർക്ക് അറിയിച്ചിട്ട് യാതൊരു റിപ്ലൈയുമില്ല. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ മരങ്ങൾ കോടതി ഇപ്പൊ പറയുന്ന സ്റ്റേ കൊടുത്തു? ആ സ്റ്റേ കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വനം വകുപ്പ് പരിശോധിക്കട്ടെ. 2022 മെയ് മാസം 18-ാം തീയതിയാണ് അഗസ്റ്റിൻ സഹോദരന്മാര് മരം കസ്റ്റഡിയിൽ കിട്ടണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തത്. പിന്നെ 12 ദിവസത്തിൽ കഴിയുമ്പോൾ ജില്ലാ ജഡ്ജി റിട്ടയർ ചെയ്യുകയായിരുന്നു. ആ 12 ദിവസം അതേ 31-ാം തീയതി ഞാൻ എന്റെ ജില്ലാ ഗവൺമെന്റ് ലീഡർ സ്ഥാനത്ത് നിന്ന് എന്റെ ടേം പൂർത്തിയായി ഞാനും ഇറങ്ങി. അപ്പോൾ അവസാന നിമിഷത്തിൽ ഇത് കൊണ്ടുവന്നു. എങ്കിലും ഞാൻ അത് DFOയെ വിളിച്ചു വരുത്തി കോടതിയിൽ നിർത്തിയിട്ട് ഇത് പെട്ടെന്ന് അടുത്ത് വെക്കാൻ പറഞ്ഞ് 24-ാം തീയതി വെച്ചു. DFOയെ നിർത്തി ഇതിൽ സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്തു കൊടുക്കാൻ. അപ്പോൾ ജഡ്ജ് അത് അഡീഷണൽ കോടതിയിലേക്ക് വിട്ടു. അഡീഷണൽ കോടതിയിൽ വിട്ട് അവിടുന്ന് വാദം പറഞ്ഞോളൂ. കാരണം ജഡ്ജിമാർ ചെയ്യുന്നതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു 5 ദിവസം കൊണ്ട് ഇത് മുഴുവൻ എഴുതി
ഓർഡർ പറയാൻ കഴിയില്ല അവർക്ക്. അപ്പൊ അഡീഷണൽ കോടതി വേഗം ചെയ്തോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങോട്ട് കൊടുത്തത്. അവിടെ ചെന്നപ്പോൾ സ്ഥിതി എന്താ? അവിടുത്തെ പ്രോസിക്യൂട്ടർ ഈ കേസിനകത്ത് യാതൊന്നും മിണ്ടിയിട്ടില്ല. അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അവര് പറയുന്നത് അവരുടെ വാദം അംഗീകരിച്ച് നീട്ടിപ്പോകും. അന്ന് മുതൽ ഇന്ന് വരെ ആ അവസ്ഥയിലാണ് കിടക്കുന്നത്. അതാണ് ഇത് അവിടെ. അപ്പം ഇപ്പോൾ സൗത്ത് വയനാട് DFOയും കേസിലെ പ്രതികൾ മരം വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്ത ഹർജിക്കാരായ പ്രതികളും സൗത്ത് വയനാട് DFOയുടെ ഓഫീസും ലീഡർമാരും ഒക്കെ ഏകദേശം ഒരേ ലൈനിലാണ് പോകുന്നത്. പൊതുമുതലല്ലേ നശിച്ചു പോകുന്നതിന് ആർക്കും ഒരു പ്രയാസവും കാണുന്നില്ല. ഇപ്പൊ അറിയാം, റവന്യൂ സെക്രട്ടറി ഇങ്ങനെ ഉത്തരവിറക്കി. അദ്ദേഹം ഇപ്പൊ കേരളത്തിന് ചീഫ് സെക്രട്ടറി ആയി, പ്രൊമോഷൻ കിട്ടി, ചീഫ് സെക്രട്ടറി ആയി. ജില്ലാ കളക്ടർ ആയിരുന്ന അദീല അബ്ദുള്ള അവരും വലിയ പദവിയിലേക്ക് പോയി. ഈ 5 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഇവരുടെ ആരുടെയും സാലറിയിൽ ഒരു കുറവ് വന്നിട്ടില്ല. ഇവരുടെ പ്രൊമോഷൻ അവിടെയുണ്ട്. എന്നിരുന്നാൽ പോയതാർക്കാണ്? പൊതുമുതൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വളരെ കെടുകാര്യ സ്ഥിതിയാണ് ഇക്കാര്യത്തിൽ. അതെ, ശ്രീ ജോസഫ് മാത്യു, ഒരു കാര്യം ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് എന്നുള്ളത് അന്നത്തെ റവന്യൂ സെക്രട്ടറിക്കും വയനാട് ജില്ലാ കളക്ടറായിരുന്ന അദീല അബ്ദുള്ളയ്ക്കും കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ ഇത് ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവും തുടർ നടപടികളിലേക്കും പോകുമ്പോൾ അത് കോടതി അലക്ഷ്യം ഉൾപ്പെടെയുള്ള നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതല്ല. ഇതിന്മേലൊരു വിശദീകരണം ഇന്നത്തെ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ ജയതിലക് അന്ന് റവന്യൂ സെക്രട്ടറി ആയിരിക്കെ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതിലൂടെ ഒരു വിശദീകരണം ചോദിച്ചതിൽ നിന്ന്, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്താൻ തയ്യാറായിരുന്നു. അതുമാത്രമല്ല, അദീല അബ്ദുള്ള പറയുന്നുണ്ട്, DGPക്ക് സമർപ്പിച്ച കത്തിലാണ് എന്ന് തോന്നുന്നു, ആ ഉത്തരവിലൊരു അവ്യക്തത തോന്നിയിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊരു നിയമാനുസൃതമായൊരു തുടർ നടപടി ഇവരിൽ രണ്ടുപേരിൽ നിന്നും ഒരു വിശദീകരണം ചോദിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? അവര് ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റംബറിൽ അങ്ങനെ ഒരു കത്തെഴുതി, വീണ്ടും ഡിസംബറിലും എഴുതുന്നു. അത് എഴുതിയിട്ട് അവര് ഇതിന്റെ നിയമ പ്രശ്നങ്ങളിലേക്ക് അവർ നോക്കിയിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞത് കാരണം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരുമാനമാണ്, മുറിക്കുക എന്ന് തന്നെയാണ് തീരുമാനിച്ച രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 24/10 ആരംഭിച്ചു. ജനുവരിയിൽ ഫെബ്രുവരി 2 ഉത്തരവ് വരുമ്പോൾ നിർത്തി. അതിനു മുമ്പ് ഈ വിത്തിൻ 100 ഡേയ്സിലാണ് ഇത്രയും കോടികളുടെ മരം മുറിച്ച് ഇവര് ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഇനി ആ മരം കടത്തിക്കൊണ്ടുപോകാനുള്ള പാസിന് വേണ്ടി അവര് റേഞ്ച് ഓഫീസിൽ ചെന്നപ്പോൾ കലക്ടർ എടുത്ത നടപടി എന്താണ്? ഈ റേഞ്ച് ഓഫീസർ ഷമീർ ചോദിച്ചു, ഈ മരം പാസ് കൊടുക്കാൻ പറ്റുമോ? അതിനൊരു സ്പഷ്ടീകരണം ചോദിച്ചു തഹസിൽദാരോട്. തഹസിൽദാർ ഒരു മറുപടിയും കൊടുത്തില്ല. കലക്ടറോട് DFO ചോദിച്ചു, കലക്ടർ മറുപടി കൊടുത്തില്ല. അവസാനം മരം DFO ആ പാസ് നിഷേധിച്ചു. പാസ് നിഷേധിച്ച് ഉത്തരവിടുന്നത് ഫെബ്രുവരി 3 തോന്നുന്നു. ആ ദിവസം അന്ന് തന്നെ ഒരു രാത്രി ഒരു ലോഡ് മരം ഇവിടുന്ന് കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. എന്തുകൊണ്ട് കലക്ടർ തടഞ്ഞില്ല? കാരണം കലക്ടർക്ക് അറിയാലോ, ഈ വിവരങ്ങളെല്ലാം അറിയുന്നതാണ്. ഈ 24/10/20 ഉത്തരവിറങ്ങിയപ്പോൾ കലക്ടറോട് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ വന്ന് ചേംബറിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ മരം ഉത്തരവ് പ്രകാരം ഞങ്ങൾക്ക് മരം മുറിക്കാമോ? അവര് ചോദിച്ചപ്പോൾ ആ ഉത്തരവ് വായിച്ചു നോക്കിയിട്ട് അവർ ADMന്റെ അടുത്തോട്ട് കൊടുത്തു. എന്തിനാണ് ADMന്റെ അടുത്തോട്ട് കൊടുത്തത്? ADM ആണോ? ADMന്റെ അടുത്ത് കൊടുത്തു. അതുകൊണ്ട് ഇതിനകത്ത് കലക്ടറുടെ റോളും ADMന് കൊടുത്തിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? ADMന്റെ ഒക്കെ മൊഴികളൊക്കെ വരണം. ഇതിനകത്ത് ഒന്നും ഈ ക്രിമിനൽ കേസിൽ അങ്ങനെ മൊഴികളൊന്നും വന്നിട്ടില്ല. ഈ വിവിധ തരത്തിലുള്ള ഉത്തരവുകൾ 24/10/20 ഒരു ഉത്തരവ് ഇറങ്ങി, ആദ്യം പരിപത്രം ഇറങ്ങി, പിന്നീട് 24/10/20 ഉത്തരവ് ഇറങ്ങി, പിന്നെ 2/2/21 ഇത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറങ്ങി. എന്താണ് ക്യാൻസൽ ചെയ്ത ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? ചില അവ്യക്തതകൾ നിലനിൽക്കുന്നതിനാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നാണ്. ആർക്കും എന്താ അവ്യക്തത? തെറ്റായി ധരിക്കുന്നതിനാൽ കൊണ്ട്. തെറ്റായി ധരിക്കുന്നതിനല്ല, തെറ്റായ ഉത്തരവാണ് ഇറക്കിയ. പക്ഷേ പറ്റിയ കുറ്റം, തെറ്റ് പറ്റിയത് സമ്മതിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് പറ്റിയ തെറ്റാണത്. ആ തെറ്റ് എങ്ങനെ പറ്റി എന്നുള്ളത് അടുത്ത വിഷയം പരിശോധിക്കും. അതെ, അതുകൊണ്ടാണല്ലോ ഈ ചന്ദന മുഴുകിയുള്ള മറ്റു മരങ്ങൾ മുറിക്കാം
എന്നുള്ളത് അവിടെ എഴുതി ചേർക്കപ്പെടുന്നത്. ആ അവ്യക്തതയാണല്ലോ അഗസ്റ്റിൻ സഹോദരന്മാർ മുതലെടുത്തത്. ഇവർ ഇങ്ങനെ ഈ ഉത്തരവുമായി നടന്ന് ആദിവാസികളെയും കർഷകരെയും ഒക്കെ നടന്ന് പറ്റിക്കുകയും വ്യാജരേഖ ചമയ്ക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ. നിലവിലിപ്പോൾ ഇവർക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടെങ്കിലും ശ്രീ ജോസഫ് സാർ, നിയമ നടപടികൾ എത്രത്തോളം ശക്തമായി ഇവർക്കെതിരെ മുന്നോട്ട് പോകും? താങ്കൾ പറഞ്ഞു കുറ്റപത്രത്തിൽ ഉൾപ്പെടെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നിയമവ്യവസ്ഥയിൽ ഇവർക്ക് അർഹമായ ഒരു ശിക്ഷ ലഭിക്കും എന്നുള്ള ഒരു പ്രത്യാശ താങ്കൾക്കുണ്ടോ? നമ്മൾ പറയാം, ഒരു ക്രിമിനൽ കേസ് നടത്തുന്ന ഒരു ആവറേജ് ക്രിമിനൽ കേസ് നടത്തുന്ന ഒരു അഭിഭാഷകന് ഈ കേസ് എടുത്ത് പരിശോധിക്കുമ്പോഴേ അറിയാം, ഇത് വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെടും. ഒന്നാമതെ പറഞ്ഞില്ലേ, അവര് ഗൂഢാലോചനയാണ് ഇതിനകത്തൊന്ന് ആരോപിച്ചിരിക്കുന്നത്. 120 IPC. ആരുമായിട്ട് ഗൂഢാലോചന നടത്തി? അഗസ്റ്റിൻ സഹോദരന്മാർ 3 പേരും അവരുടെ വാഴവെട്ടിലെ വീട്ടിലിരുന്ന് അവർ നടത്തിയ ഗൂഢാലോചനയാണ്. ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ വേണ്ടേ? ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അതിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകണം. അതിലാരാ ഉള്ളത്? അതിനാണ് വില്ലേജ് ഓഫീസറെ വെച്ചിരിക്കുന്നത്. ആ വില്ലേജ് ഓഫീസർ ഈ ഉത്തരവ് ഇറങ്ങാൻ കൂട്ടു നിന്നിട്ടുണ്ടോ? മരം മുറിക്കുന്ന സമയത്തുണ്ട്. അവസാനം പാസിന് ജനുവരി മാസത്തിലാണ് അദ്ദേഹം ഈ ഇത് കൊടുക്കുന്നത്. ഞാൻ മരങ്ങൾ മുറിച്ചിട്ടതായി കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് ഒരിക്കലും കോടതിയില്ല. വാസ്തവത്തിൽ അദ്ദേഹത്തെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കി എടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ. അദ്ദേഹമാണ് ഈ മരമുറി ഇതിനകത്തെ അപാകതകളും തെറ്റും ആദ്യം ജില്ലാ തഹസിൽദാരോടും ജില്ലാ കളക്ടർക്കും ചൂണ്ടിക്കാണിച്ചത് അങ്ങേരാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ആ കേസ് നിൽക്കുന്നില്ല. ഇനി ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് 409 എങ്ങനെ നിൽക്കും? ഈ ആരോപിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന് പര്യാപ്തമായ യാതൊരു തെളിവുകളും ഈ കേസ് ഡയറിയിലില്ല. ഇത് വെറുതെ എഴുതി വെച്ചാൽ പോയ ശിക്ഷ കിട്ടും. ഇപ്പൊ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഞങ്ങൾ ശാസ്ത്രീയ പരീക്ഷണം 500 ഇല്ല ഒരിക്കലും നടത്താത്ത ഇതാണ്, വർഷം ഏജ് മരത്തിന്റെ വയസ്സ് ഏജ് നിർണയിച്ചു പോലും കൊടുത്തു എന്നാണ്. അതുകൊണ്ട് എന്താ? സോ വാട്ട്സ്? അതുകൊണ്ടൊന്നും കുറ്റം തെളിയിക്കപ്പെടില്ല. ഞാൻ ഇപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങളൊന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുകയില്ല എന്ന് തന്നെ ഞാൻ പറയും. സാധിക്കുകയില്ല. പിന്നെ PDP അതായത് ശ്രീ ജോസഫ് മാത്യു, ഇപ്പോൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വകുപ്പുകളൊന്നും ഇവർ ശിക്ഷിക്കത്തക്കതായിരിക്കില്ല എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഈ DNA പരിശോധന അടക്കം നടത്തി 574 400 വർഷമുള്ള പഴക്കമുള്ള മരങ്ങളാണിവ, 1964 ശേഷമുള്ളവയല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത് കൃത്യമായി ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മുറിക്കപ്പെട്ടത് എന്നുള്ളതിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവർ രക്ഷപ്പെടും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ വിചാരണ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിന് പര്യാപ്തമായ തെളിവുകൾ ഇല്ല. പാപം. അതായത് അതിലേക്ക് വഴിതെളിയിച്ചു വച്ചു, അങ്ങനെയല്ലേ? ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോസിക്യൂഷൻ ടു പ്രൂവ് ദ കേസ് ബിയോണ്ട് ഓൾ റീസണബിൾ ഡൗട്ട്. അതാണ് നമ്മുടെ തെളിവ് നിയമം. അത് പ്രോസിക്യൂഷന്റെ ചുമതലയാണ്. കേസ് ഇന്ന കാരണം കൊണ്ട് ഇപ്പൊ 120 എന്ന് പറഞ്ഞാൽ ആരോട് ഗൂഢാലോചന നടത്തി അത് കാണിക്കണം. അതൊന്നുമില്ല. ഗൂഢാലോചന നടത്തി അതിനൊരു സെക്ഷനും വെച്ചു. പൊതുമുതൽ നശിപ്പിച്ചു, അതിന് സെക്ഷൻ വെച്ചു. ഈ വനം വകുപ്പിന്റെ കേസുകൾ ഇല്ലാതെ എങ്ങനെയാണ് ഈ പൊതുമുതൽ നശിപ്പിച്ചതിലേക്ക് എത്തുക? ഈ വനം വകുപ്പിന്റെ കേസ് അന്ന് മന്ത്രി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, താരതമ്യേന കുറഞ്ഞ ശിക്ഷയാണത്. കുറഞ്ഞ ശിക്ഷയല്ല അതിലെ പ്രശ്നം. ആ OR കേസുകൾ അവിടെ തെളിയിപ്പിക്കപ്പെട്ടാൽ 500 രൂപ ഫൈനുള്ളെങ്കിൽ 500 രൂപ ആ കുറ്റപത്രം അവർ കൊടുക്കണമായിരുന്നു. ആ കുറ്റപത്രം കൊടുത്താലേ ഇത് PDPP ആക്ടിലേക്ക് നമുക്ക് ആ വാദം പറഞ്ഞ് കേസ് പ്രോസിക്യൂഷന് കുറ്റപത്രം തെളിയിക്കാൻ കഴിയുള്ളൂ. ശ്രീ N. ബാദുഷ, കൃത്യമായി തിരക്കഥ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്, അവ്യക്തത മുതലാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ വനം കൊള്ള, അതിന് ശേഷം പിടിച്ചെടുത്ത കുറച്ച് മരത്തടികൾ മാത്രമാണ്. കടത്താവുന്നവയൊക്കെ അവിടെ നിന്നും കടത്തിക്കഴിഞ്ഞിരുന്നു, കോടികളുടെ ലാഭവും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ബാക്കി കിട്ടിയ മരത്തടികൾ ഇപ്പോൾ അവിടെ കിടന്ന് നശിക്കുകയാണ്. വനം വകുപ്പ് സ്വീകരിക്കേണ്ട നടപടികളും സ്വീകരിക്കുന്നില്ല. അവർ കുറ്റപത്രവും ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ഒരു വലിയ പൊതുമുതൽ നശിപ്പിച്ചതിന് ശേഷം ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രം അവിടെ കിടന്ന് നശിക്കുന്ന കാഴ്ചയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വനം വകുപ്പിലെ ആർജവമുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് നമ്മൾ നിശ്ചയിച്ചിട്ട് കാര്യമല്ല. അത്തരത്തിലുള്ള ഒരു DFO
54 കേസുകളിലായിട്ടുള്ള മരങ്ങൾ കണ്ടുകെട്ടുകയും സർക്കാരിലേക്ക് മുതൽ കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ശ്രീ ജോസഫ് മാത്യു സൂചിപ്പിച്ചതുപോലെ അത് ജില്ലാ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഒത്താശയോടുകൂടി അത് ഇപ്പോഴും അതിന് എതിരായി അപ്പീൽ പോലും കൊടുക്കാതെ നിൽക്കുകയാണ് വനംവകുപ്പ്. ഇതിനാരാണ് ഉത്തരവാദി? അനേകായിരം കോടി ഉറുപ്പികയുടെ മരങ്ങളാണ്. അതേപോലെ തന്നെ അത് ശ്രീ ജോസഫ് മാത്യു സൂചിപ്പിച്ചതുപോലെ ഇപ്പം സർക്കാർ സാധാരണ കോടതി പോലും അത് അനുമതി കൊടുക്കും. ഈ മരം നശിച്ചു പോകാതെ അത് ലേലം ചെയ്ത് ഖജാനാവിലിടുകയും ആരാണോ അത് കോടതി കണ്ടെത്തുന്നത് അവർക്ക് അവസാനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. അതിനൊന്നും തയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കൂച്ച് വിലങ്ങിട്ട് കഴിയപ്പെട്ടിരിക്കും, അവരെ കൂച്ച് വിലങ്ങിട്ടിരിക്കുന്നു. അതാണ് വസ്തുത. പിന്നെ മറ്റൊന്ന്, ജയതിലക് ഇട്ടിട്ടുള്ള ഉത്തരവിനെ അവ്യക്തത മുതലെടുത്തുകൊണ്ട് റോജി അഗസ്റ്റിൻ സഹോദരന്മാർ നടത്തിയ ഒരു കൊള്ള എന്ന് നമ്മളിതിനെ ലഘൂകരിക്കാൻ പാടില്ല. ഇത് വാസ്തവത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാരും കേരളത്തിലെ മറ്റ് മരമുതലാളിമാരുടെ സപ്പോർട്ട് കൂടി, അവരുടെ ഒരു പ്രതിനിധികൾക്ക് ഇവരും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ മന്ത്രിമാർ, വനം മന്ത്രിയും റവന്യൂ മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും കലക്ടറും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതായ വലിയ ഒരു മാഫിയ ഗൂഢാലോചന ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അത് അന്ന് തന്നെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പത്രസമ്മേളനങ്ങളോടൊക്കെ നടത്തുകയും സ്ഥലം സന്ദർശിച്ച നേതാക്കന്മാരോട് ഞങ്ങളെ കേൾക്കാൻ തയ്യാറായ അപൂർവം രാഷ്ട്രീയ നേതാക്കന്മാരെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറായില്ല. കുമ്മനംജി മുതലുള്ള അന്നത്തെ കേന്ദ്രമന്ത്രി ഒക്കെ അവരോടൊക്കെ നമ്മളത് സൂചിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ആശങ്ക അറിയിച്ചിരുന്നു. അതൊന്നും ചെവിക്കൊള്ളാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പൊറാട്ട് നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഇവിടെ BJPയുടെ നേതാവ് ശ്രീ മാഷ് പറഞ്ഞതുപോലെ ചാനൽ മുതലാളിമാർ, മാധ്യമ പ്രവർത്തകർ ഒരു അവിഹിതമായ ധനസമ്പാദനത്തിലൂടെ ഒരു മാധ്യമങ്ങൾ ചാനലുകൾ കൈവശപ്പെടുത്തുകയും അതിൽ സ്വന്തം ഇച്ഛക്കനുസരിച്ച് കുരക്കുകയും ചാടുകയും ചെയ്യുന്ന റിപ്പോർട്ടർമാരെയും ആങ്കർമാരെയും നിശ്ചയിച്ച്, നിങ്ങൾ ഓർക്കണം, ബെന്നിയെ ഒരു പരിധിവരെ സർക്കാരിൻ്റെ ഇച്ഛക്ക് എതിരായി നല്ല രീതിയിൽ കേസ് നടത്തിയുള്ള DSP ബെന്നിയെ ഈ റിപ്പോർട്ടർ ചാനൽ കോർണർ ചെയ്യുകയും അയാളെ മലപ്പുറത്തോ തിരൂരവിടെ എത്തിയപ്പോൾ അയാളെ നിരന്തരമായി വേട്ടയാടുകയും ചെയ്തിട്ടുണ്ട്. ഷജിന കരീമിനെ നിരന്തരമായി വേട്ടയാടിയിട്ടുണ്ട്, ഷമീറിനെ വേട്ടയാടിയിട്ടുണ്ട്, ദിനേശിനെ വേട്ടയാടിയിട്ടുണ്ട്, പരിസ്ഥിതി പ്രവർത്തകരെ അത് ഇവിടെ ചില ആൾക്കാർ സൂചിപ്പിച്ചു, എന്നെ അടക്കം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവരെല്ലാം നശിപ്പിച്ച് കയ്യിലൊതുക്കാനുള്ളതായ ഒരു പാഠവും അവർക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇത് വാസ്തവത്തിൽ കേരളീയ സമൂഹത്തിന് അപമാനകരമാണ്. നമ്മുടെ സമ്പത്ത് ഒരു പരിധി വരെ വാസ്തവത്തിൽ അവർ ഉദ്ദേശിച്ച അത്ര കൊള്ളയടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും വൻതോതിൽ അവർ കൊള്ളയടിച്ചിട്ടുണ്ട്. അതെല്ലാം നശിച്ചാൽ പോലും ഈ കൊള്ളസംഘത്തെ നമ്മൾ മാന്യവൽക്കരിക്കുകയും വിശുദ്ധന്മാരാക്കുകയും അവരെ രാഷ്ട്രീയവും പൊതുകാര്യങ്ങളും പറയുന്നതിൻ്റെ ആൾക്കാരായി മാറ്റുകയും ചെയ്യുന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിന്, കേരളത്തിലെ ജനങ്ങൾ ആർജിച്ചിട്ടുള്ള പ്രബുദ്ധതയ്ക്ക് നാണക്കേടാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, തീർച്ചയായും. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം ഈ ഉത്തരവിൻ്റെ മറവിൽ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ മരം കൊള്ളയാണ് നടന്നത്. അതിൽ മുട്ടിൽ മരം മുറിയായിരുന്നു ഏറെ വിവാദമുണ്ടാക്കിയത്. കാരണം കോടിക്കണക്കിന് രൂപ അങ്ങനെയായിരുന്നു അവർ തട്ടിയെടുത്തത് എന്നുള്ളതാണ്. എന്നിട്ടിപ്പോൾ നേരത്തെ ശ്രീ N. ബാദുഷ സൂചിപ്പിച്ചതുപോലെ അവരൊക്കെ ഇപ്പോൾ വലിയ സാമൂഹിക പരിവർത്തനത്തിൻ്റെ അപ്പോസ്തലന്മാരായി ഇരിക്കുകയാണ്, ഇത്രയും വലിയ രീതിയിലുള്ള ഈ മരം കൊള്ള നടത്തിയിട്ട്. നോക്കൂ, ഇപ്പോ ജനം TV മാത്രമാണ് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ചാനലും ഈ വിഷയത്തിൽ ആത്മാർത്ഥത്തോടെ സമീപിച്ചിട്ടില്ല. ഈ ഒരൊറ്റ സംഭവത്തെ കുറിച്ച് ഒരൊറ്റ സെന്റൻസിൽ ഒതുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിചിത്രമാണ് ഈ കേസും ഇതിന്റെ നാൾവഴികളും. അവിശ്വസനീയമാണ് ഇതിന്റെ പിന്നിൽ നടന്ന ചരടുവലികൾ. ഭയാനകമാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ. നോക്കൂ,
രാജ്യത്തിന്റെ പൈതൃകവും പൊതുസ്വത്തുകളും പ്രകൃതിയും സംരക്ഷിക്കേണ്ട 3 വകുപ്പുകളുടെ വളരെ കുറ്റകരമായ, വളരെ അവിശ്വസനീയമായ, ഭീതിപ്പെടുത്തുന്ന നാൾവഴികളാണ് നമ്മൾ കാണുന്നത്. വനവും വനസമ്പത്തും വന്യമൃഗങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ട വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നത്, അവർ കൂട്ടുനിൽക്കുന്നത് വനം കൊള്ളക്കാർക്കും പൊതുമുതൽ കൊള്ള ചെയ്യാനുമുള്ള ആളുകളെയാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നവരെ തടയേണ്ടതും സമൂഹത്തിന് മാതൃകയായി ശിക്ഷ വിധിക്കേണ്ടവരുമാണ് റവന്യൂ വകുപ്പ്. ആ റവന്യൂ വകുപ്പ് ആവട്ടെ അവരെ പോലും നിയന്ത്രിക്കുന്നത്, അവരെ ഏത് വഴിക്ക് നീങ്ങണം നിശ്ചയിക്കുന്നത് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളാണ്. പൊതുമുതൽ സംരക്ഷിക്കാനും പൗരനും സമൂഹത്തിനും ആത്മവിശ്വാസം കൊടുക്കേണ്ടതായ നടപടികൾ എടുക്കേണ്ട വകുപ്പാണ് പോലീസ് സേന എന്ന് പറയുന്നത്. ഈ ചർച്ചയിൽ നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? വനം വകുപ്പ് ചലിക്കുന്നത് വനം കൊള്ളക്കാർക്ക് വേണ്ടിയാണ്. റവന്യൂ വകുപ്പ് പ്രവർത്തിക്കുന്നത് പൊതുസ്വത്ത് കൊള്ള ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. പോലീസ് ആവട്ടെ ഇതിനൊക്കെ നേരെ കണ്ണടക്കുകയാണ്. മറ്റൊരു ദൗർഭാഗ്യകരമായ ചിത്രം എന്ന് പറയുന്നത് വനം വകുപ്പും റവന്യൂ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് 2 ദുർബലരായ മുന്നണിയുടെ നേതൃത്വമാണ്. ഇവിടെ തന്നെ ചൂണ്ടിക്കാണിച്ചു. അവരെ ചാടിക്കളിയട കുഞ്ചിരാമ എന്ന് പറഞ്ഞ് ചാടിക്കളിപ്പിച്ച് അവരെ നോക്കുകുത്തിയാക്കിയും ഭീഷണിപ്പെടുത്തിയും നിർത്തി ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വലിയേട്ടൻ പാർട്ടിക്കാരൻ എല്ലാം നിയന്ത്രിക്കുകയുമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ പോലും, ഞാൻ ഈ സ്ഥലം സന്ദർശിച്ച കഥ ഞാൻ പറഞ്ഞു. ഈ സഹോദരന്മാർക്ക്, കൊള്ളക്കാർക്ക് എളുപ്പത്തിൽ എത്തിക്കാവുന്ന മരങ്ങളൊക്കെ അവർ റോട്ടിൽ എത്തിച്ച് അവർ എറണാകുളത്തേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന മരങ്ങൾ പൊതു റോഡിൽ നിന്നും ഒരുപാട് അകലത്തിലുള്ള വലിയ റബ്ബർ എസ്റ്റേറ്റ്, കാപ്പിത്തോട്ടത്തിലും അതുപോലുള്ള എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭയാനകമായ മരങ്ങളാണ് അവിടെ അവശേഷിച്ചു പോയത്. എനിക്ക് തോന്നുന്നു ആ മരങ്ങൾ പോലും റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ചെലവില് ഇപ്പോ കുറെ കൂടി റോഡിനടുത്തെത്തി. ഇവിടെ തന്നെ പലരും പറഞ്ഞു ഇത് സംരക്ഷിക്കാനുള്ള താല്പര്യം വനം വകുപ്പായിരുന്നില്ല കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതവിടെ ഞങ്ങൾക്ക് നാളെ കിട്ടാനുള്ള സ്വത്താണ്. കാരണം ഇതിനെ തടയേണ്ടവർ ഞങ്ങൾ പറയുന്ന പാതയിലേ ചലിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നശിച്ചു പോകാതെ, മഴയും വെയിലും കൊള്ളാതെ സംരക്ഷിക്കണം എന്ന് ഉത്തരവ് കോടതിയിൽ കൊണ്ടുപോയി നേടുന്നത് ഇത് സംരക്ഷിക്കേണ്ട വനവകുപ്പിന്റെ ആവശ്യപ്രകാരമല്ല. ഈ കൃത്യമായി ഈ പ്രതികൾക്ക് അറിയാം നാളെ അവർക്കത് ലഭിക്കും എന്നുള്ളത് തന്നെ. ജനം ഡിബേറ്റിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എന്തായാലും മുട്ടിൽ മരം മുറിക്കേസ് എന്ന കോടികളുടെ വനം കൊള്ള ഏതു രീതിയിലാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഉദ്യോഗസ്ഥ വൃന്ദം ഈ മാഫിയയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോൾ ഒരു വലിയ വനം കൊള്ള പോലും ഒന്നുമല്ലാതായിത്തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയും. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.